ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കാമോ? ആരെങ്കിലും റിപ്ലൈ തരാമോ? കേൾക്കാമോ എന്നുള്ളത്? കേൾക്കാം സാർ. ഓക്കെ 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 ശരി. ഇന്ന് ആളുകൾ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. 11 പേരാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ അതിനകത്തുള്ളത്. ആളുകൾ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കേൾക്കാം. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ഒരു ഇന്റർവ്യൂ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു എംപ്ലോയർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇന്നലെ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. സ്ഥിരമായി പത്രം വായിക്കുന്ന ശീലം ആസ് ജോബ് സീക്കേഴ്സ് യു ഹാവ് ടു ഡെവലപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇന്ന് പത്രം വായിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആളുകൾ കുറവാണ്, ആളുകൾ വരുന്നേ ഉള്ളൂ. എന്നാലും ഇന്ന് പത്രം വായിച്ചു എന്ന് എനിക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ വായിച്ചു എന്ന് കേൾക്കുമ്പോൾ. ആരെങ്കിലും ഇന്ന് രാവിലെ പത്രം നോക്കിയായിരുന്നോ? ഇന്ന് കരിയർക്കോളം വല്ലതും ഉണ്ടോ എന്ന് ഏതെങ്കിലും പത്രങ്ങൾ നോക്കിയായിരുന്നോ? ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതൊന്ന് നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പത്രം പ്രിന്റഡ് മീഡിയമായിട്ട് വായിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു മീൻസിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഫോണിലോ കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും നിങ്ങൾ അതൊന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിയർ കോളംസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഞാനൊരു കൗതുകത്തിന് പുറത്ത് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ കിടക്കാൻ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇംപ്രിന്റ് ആയി വരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഒരു 15ഓളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് എന്നോട് നിങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പങ്കുവച്ചൊരു ആശങ്ക എന്ന് പറയുന്നത് ടെൻഷനും ലാംഗ്വേജുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇന്നലെ പറഞ്ഞിരുന്നു, ടെൻഷൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ടെൻഷനെ മറികടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കാത്തിടത്തോളം നമുക്ക് അതിന് വേറെ ഒരു രീതിയിലും വേറെ ആരും വന്ന് നമുക്കത് സഹായിക്കാനില്ല. നമ്മൾ തന്നെയാണ് ടെൻഷനെ ഓവർകം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. നെർവസ്നെസ് എന്ന് പറയുന്ന, പേടി എന്ന് പറയുന്ന, ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഇതാണ് പലപ്പോഴും പല ഇന്റർവ്യൂവിലും നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. അപ്പൊ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ചും ഒരു പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പ്രസംഗ പരിശീലനം നടത്തുന്ന ആളുകൾ, ഞാൻ പലപ്പോഴും പല ക്ലാസ്സുകളിലും പ്രസംഗ പരിശീലനം എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കുട്ടികളെ സംസാരിപ്പിക്കും. കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ടോപ്പിക് കൊടുത്തിട്ട്, ആദ്യം ടോപ്പിക് ഒന്നും കൊടുത്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പറ്റി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറയും. നമ്മുടെ വീടിനെ പറ്റി, നമ്മുടെ അച്ഛനെ പറ്റി, നമ്മുടെ അമ്മയെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ പറ്റി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി. പാട്ട് പാടുന്നവരാണെങ്കിൽ ചെറുതായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പാട്ട് പാടിക്കും. അപ്പോഴാണ് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നേരെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു പോസ്റ്ററിൽ, നമുക്കൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ രണ്ട് കാലിൽ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ നമുക്കറിയില്ല. ഈ രണ്ട് കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് എന്തെങ്കിലും ചെറിയ പരിക്കുകളൊക്കെ പറ്റി കാലനക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ എന്നോട് യോജിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ ഈ രണ്ട് കാലിലും വെയിറ്റ് കൊടുത്ത്, ഞാൻ ഈ കഴിഞ്ഞ വിശ്രുത അതിനൊരു തംസപ്പെട്ടിട്ടുണ്ട്, താങ്ക് യു. ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിലും HRM കോഴ്സിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ബാച്ചിലും ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ബോഡി പോസ്റ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് നിന്നിട്ട് കാലം കുറയാ. എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും നിൽക്കുമ്പോൾ നമ്മുടെ ഒരു കാലിലേക്ക് വെയിറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ് നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം. ആ നിൽപ്പിന്റെ ഒരു സുഖം അങ്ങനെയാണ്. അതായത് നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ രണ്ട് കാലിലും ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ ബോഡിയെ സ്ട്രെയിറ്റ് ആക്കി നിർത്തി, നമ്മുടെ നട്ടല് നേരെ നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഇല്ല. അതെല്ലാ മനുഷ്യന്റെയും ഒരു കംഫർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നിങ്ങൾ തന്നെ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും, ഈവൻ അടുക്കളയിൽ പെരുമാറുമ്പോഴാണെങ്കിൽ പോലും പലപ്പോഴും രണ്ട് കാലിലും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് കൊടുത്തല്ല നമ്മൾ നിൽക്കുന്നത്. ഈ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയി നിങ്ങൾ നിൽക്കേണ്ടി വരില്ല, സാധാരണ ഇരിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നിന്നുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി കൂടെ പറയുകയാണെങ്കിൽ തന്നെ രണ്ട് കാലിലും ഈക്വലായി വെയിറ്റ് കൊടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നു എന്നാണ് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, അത് കുറെ കാലങ്ങളായിട്ട് പല ട്രെയിനർമാരും അവരുടെ ക്ലാസ്സുകളിൽ ഇത് ശീലിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ പ്രോപ്പറായി രണ്ട് കാലിൽ നിന്ന്, അതായത് രണ്ട് കാലും പ്രോപ്പറായി നിലത്ത് ഉറപ്പിച്ച് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നട്ടല് സ്ട്രെയിറ്റ് ആവും.
നമുക്ക് കോൺഫിഡൻസ് കൂടും, നമ്മുടെ ഹെഡ് സ്ട്രൈറ്റ് ആയി നിൽക്കാൻ നമുക്ക് തോന്നും. മറ്റേ നമ്മൾ വാടി തള്ളുന്ന പോലെ ഒരു സൈഡിലേക്ക് വലിഞ്ഞ് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു നിൽപ്പുണ്ട്. ഈ കാഷ്വൽ ആയിട്ടുള്ള നിൽപ്പ് ഭയങ്കര സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളിപ്പോ ബസ്സിൽ കയറിയാൽ പോലും തന്നെ നമ്മൾ ചാരി നിൽക്കുന്നു. അപ്പൊ ചാരി നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ്. നമുക്ക് എപ്പോഴും ഒരു 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 താങ്ങായിട്ട് വേറൊരു സാധനം, നമ്മൾ ഫർണിച്ചറിൽ ചാരി നിന്ന് സംസാരിക്കുന്നു, ഭിത്തിയിൽ ചാരി നിന്ന് സംസാരിക്കുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ വഴിയിൽ കാണുകയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണുകയാണ്, നമ്മൾ അദ്ദേഹം ബൈക്കിലാണ് വരുന്നതെങ്കിൽ ആ ബൈക്കിൽ നമ്മൾ കുറച്ച് കൈകുത്തി നിന്ന് സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പല രീതിയിലും നമ്മുടെ തന്നെ ശരീരത്തിന്റെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് തുലനം ചെയ്ത് ബാലൻസ് ചെയ്ത് രണ്ട് കാലിൽ നിൽക്കുക. അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ പോസ്റ്ററാണ്. നിങ്ങൾ രണ്ട് കാലിലും വെയിറ്റ് കൊടുത്ത് നിൽക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്നിരുന്നിട്ട് ഈ കാലുകൾ ഇങ്ങനെ ആട്ടി സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് അത് മലയാളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ കവലയിലേക്ക് ഇരുന്ന് വെറുതെ വർത്താനം പറയുന്നവര് കല്യാണ വീട്ടിൽ സൊറ പറഞ്ഞിരിക്കുന്ന പോലെ ഈ കാലുകൾ ആട്ടി സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഈ കാലുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ പലരും ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷന് ഒരു പ്രസംഗ പരിശീലനത്തിന് 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ വന്ന, അപ്പൊ അത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, പലരും വർക്കിംഗ് എംപ്ലോയീസ് ആണ്, പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോ 45, 50, 55 വയസ്സുള്ള ആളുകളൊക്കെ അതിനകത്ത് പഠിക്കാൻ വരുന്നുണ്ട്. ഇവർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവരുടെ ശീലമാണ് ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇരിക്കുകയാണെങ്കിൽ ഈ കാലുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ചിലർക്കൊരു പ്രശ്നം ഉണ്ടാവും, കയ്യിൽ പേന ഉണ്ടെങ്കിൽ ഈ പേനയുടെ ക്യാപ്പ് ഇങ്ങനെ തുറക്കുടക്കം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ആ പേനയുടെ ക്യാപ്പിൽ ഇങ്ങനെ ഞൊട്ടിക്കളിക്കുന്ന ഒരു സ്വഭാവം, അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. ചിലർ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ വെറുതെ കറക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമെങ്കിലും ഓരോ 3-4 സെക്കൻഡ് കഴിയുമ്പോഴും അയാൾ വെറുതെ ഫോണിന്റെ സ്ക്രീൻ ഇങ്ങനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഫോണിനും അത് കേടാണ്. വെറുതെ നമ്മളിപ്പോ അദ്ദേഹത്തോട് ഒരു 15-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതിനിടയിൽ പുള്ളി 100ഓളം തവണ അല്ലെങ്കിൽ 100നും മേളിൽ തവണ അദ്ദേഹം ഈ ഫോണിന്റെ സ്ക്രീൻ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ നമ്മളോട് സംസാരിക്കുമ്പോഴുള്ള ഡിസ്കംഫോർട്ട് കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും സംസാരത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറ്റൻഷൻ സ്പാൻ കറക്റ്റ് ആവാത്തതാണോ, എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം വെറുതെ ഇങ്ങനെ ഈ ഫോണിന്റെ സ്ക്രീൻ ഇങ്ങനെ നമ്മളോട് ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നോക്കും, പിന്നെ പുള്ളി ഫോണിൽ നോക്കും, ഫോൺ ഓഫ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സമീപനം നമ്മൾ കാണാറുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ബിഹേവിയറുകളെല്ലാം നമ്മൾ അൺപ്രൊഫഷണൽ ആയിട്ടാണ് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ കാണുക. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ നമ്മൾ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ശീലിച്ചു പോരുന്ന അല്ലെങ്കിൽ ശീലിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലധികവും പ്രൊഫഷണൽ ബിഹേവിയേഴ്സ് ആയിരിക്കില്ല, അൺപ്രൊഫഷണൽ ബിഹേവിയേഴ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയാൻ ബുദ്ധിമുട്ട് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു നാടൻ സെറ്റപ്പിൽ വളർന്ന ആളായി നമ്മൾ എന്നൊരു ശബ്ദം കേൾപ്പിക്കും, അങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ള, അതല്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് പകരം നമ്മളിങ്ങനെ വായ കൊണ്ട് എന്നൊരു സാധനം കേൾപ്പിക്കും. ഇത് നമ്മുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിത് ശീലിച്ചു വന്ന കാരണം ബോധപൂർവമായ ഒരു ശ്രമം ഇത് മാറ്റിയെടുക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ അത് ഒരു കാരണവശാലും അത് തനിയെ മാറില്ല. നമ്മളതിനെ ബോധപൂർവം നമ്മൾ ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു 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 പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാത്തിടത്തോളം ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്സിൽ നമ്മൾ അതിനെ വർഷങ്ങളായി നമ്മുടെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത്, യു ഷുഡ് റിസർച്ച് ആൻഡ് പ്രാക്ടീസ് യുവർ ബിഹേവിയർ എന്നുള്ളതാണ്. ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെല്ലുന്നതിന് മുമ്പ് ഈ ടെൻഷനാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേടിയുള്ള ആളുകളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വർക്ക് ചെയ്യുന്നത് ആ സാധനത്തെ നിങ്ങൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾ അതിനെ മറികടക്കാനുള്ള പ്രാക്ടീസ് എടുക്കാതെ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഇന്റർവ്യൂ ഒരു അനുഭവം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ തുടരെയുള്ള പരാജയങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് ഇന്റർവ്യൂ ബോർഡിന്റെ പ്രശ്നമല്ല, നമ്മുടെ തന്നെ പ്രശ്നമാണ്. അത് അങ്ങനെ പറയുന്നതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. പ്രോപ്പറായിട്ട് നമ്മുടെ സ്വഭാവത്തിലെ വരും വരായികൾ, നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ, എന്റെ മീഡിയോക്കർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ലോ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് എന്നിടത്തോളം അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പോലെ വേറൊരാൾക്ക് ഈ ലോകത്ത് അറിയില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ റിസർച്ച് ചെയ്ത് അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ പേടിയുള്ള ആളുകൾക്ക് സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സക്സസിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ തമാശയായിട്ട് തോന്നൂട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് സാറേ ഒരു പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ ആലോചിക്കും. പക്ഷെ ഇത് പലരും ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒരു കാര്യം, ഇപ്പൊ ഇതിലധികവും സ്ത്രീകളാണല്ലോ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രാവിലെ ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പൊ ചിലര് കണ്ണാടിയുടെ മുമ്പിൽ അരമണിക്കൂറൊക്കെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ചിലർ മണിക്കൂറുകളോളം സെൽഫ് ലവ് ഉള്ള ആളുകൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അതല്ലാതെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഈ കണ്ണാടിയിൽ നോക്കി സംസാരിച്ചിട്ടുണ്ടോ? അതായത് ഒരു ഇന്റർവ്യൂ ഒരു ബ്രില്ലിക്സ് ഓൺലൈൻ ജിഷ ജാസിഫ് ഓക്കെ നിങ്ങൾ അധികവും 4-5 പേര് 5-6 പേരോളം പറഞ്ഞിട്ടുണ്ട് യെസ്, ജിൻഷ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പൊ അത് ചെയ്യാത്തവര് തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റൂ. ഇനി നാളെ ഞാൻ ചോദിക്കും ക്ലാസ്സിൽ ആരൊക്കെ ഇന്നത് ചെയ്തു എന്ന്. എല്ലാവരുടെയും വീട്ടിലും ഒരു ഡ്രസ്സിങ്ങിന് എന്തായാലും ഒരു ഫുൾ ഫ്രെയിം അലമാരി ഉണ്ടാകും. ചെറിയ കണ്ണാടിയല്ല ഉദ്ദേശിക്കുന്ന ഫുൾ ഫ്രെയിം. നമ്മുടെ ബോഡി നമുക്ക് മൊത്തം കാണാം. നമ്മുടെ കഴുത്ത് എങ്ങനെയാണ്, നമ്മുടെ ഷോൾഡർ എങ്ങനെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ചിലരുടെ ഷോൾഡർ നാച്ചുറലി കുറച്ച് ബെൻഡ് ആയിരിക്കുന്ന ഷോൾഡേഴ്സ് ഉള്ളവരുണ്ടാവും. പക്ഷെ അവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഷോൾഡറുകൾ ഒരുപാട് സ്നൂപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിന്റെ കുറവാണ് ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ആളുകൾ അളക്കുന്നത്. അതുകൊണ്ട് ഷോൾഡറുകൾ സ്ട്രൈറ്റ് ആയി പിടിക്കുക, നടു നിവർത്തി നിൽക്കുക, 2 കാലിലും ഈക്വലി ലോഡ് കൊടുത്ത് നിൽക്കുക. ഇതൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാലേ നമുക്ക് പറ്റുള്ളൂ. ഇനി കണ്ണാടിയുടെ മുമ്പിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വിഷ്വലൈസ് യുവർ സക്സസ് എന്നുള്ളത്. വാട്ട് ഇഫ് ഐ ഫെയിൽ എന്നുള്ളതല്ല, വാട്ട് ഇഫ് ഐ സക്സീഡ് എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മള് എപ്പോഴും ഈ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ജീവിതത്തിന്റെ അടുത്ത പടി അല്ലെങ്കിൽ അടുത്ത എനിക്കൊരു ഏർണിംഗ് വേണം, അതിൽ നിന്ന് എനിക്കൊരു ജീവിതം കൈപ്പിടിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ നമ്മൾ ഏതൊരു ജോബ് സീക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സക്സസിനെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ഈ സ്റ്റട്ടറിങ് ഒക്കെ ഉള്ള ആളുകളോട്, അതായത് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ വിക്കുള്ള ആളുകളുണ്ടല്ലോ. നമ്മുടെ കൊച്ചിയിൽ കടവന്ത്ര ഒരു സ്റ്റട്ടറിങ്ങിന്റെ ക്ലിനിക്ക് ഉണ്ട്. ഞാൻ അവിടെ 1-2 ആവശ്യങ്ങളായിട്ട് പോയപ്പോൾ അവർ ആ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ പറയുമ്പോൾ ഇങ്ങനെ അവർക്ക് 3-4 വേർഡ് കഴിഞ്ഞ് 5ാമത്തെ വേർഡ് പറയുമ്പോൾ അവർ നാച്ചുറലി വിക്കിപ്പോകും. അവർ പറയുന്ന ഒരു കാര്യമാണ് ഈ വിക്കില്ലാതെ, അത് അവർ പ്രൊഫഷണലി ട്രെയിൻ ചെയ്ത് ഒരു 95% അല്ലെങ്കിൽ 99% ഈ സ്റ്റട്ടറിങ് മാറിയ ആളുകളും അവിടെയുണ്ട്. അവർ തന്നെ അവിടെ ഫാക്കൽറ്റി ആയിട്ടുണ്ട്. അവർ പറയുന്നതാണ്, നിങ്ങൾ മനോഹരമായി സംസാരിക്കുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും. അതായത് ഇത്രയും കാലം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ലാതെ ബാക്കിയുള്ള ഈ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കുന്നതായിട്ടൊന്ന് ആദ്യം വിഷ്വലൈസ് ചെയ്യാൻ പറയും. അവരോട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയും കണ്ണാടിയുടെ മുമ്പിൽ എന്നിട്ട് അതിനെ ഇമോട്ട് ചെയ്യാൻ പറയും. അപ്പൊ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സ്റ്റട്ടറിങ് ഉള്ള ആളുകൾ മാത്രമല്ല നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മളൊരു ജോബിൽ ലാൻഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നു, നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, അത്യാവശ്യം എന്താ പറയുന്നത് നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നു. മാത്രമല്ല മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. പിന്നെ ഞാൻ ഇടപഴകുന്നത് കുട്ടികളുമായിട്ടാണ്, മാതാപിതാക്കളായിട്ടാണ്. അപ്പോൾ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് എനിക്ക് കിട്ടുന്നു. ഞാനൊരു സ്ഥാപനത്തിൽ സ്ഥിരം ജോലിക്ക് പോകുന്നു, അതെന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മുഖത്ത് താനെ ഒരു പുഞ്ചിരി വരും. അത് മനുഷ്യനായി പിറന്ന, മനുഷ്യനായി ജീവിക്കുന്ന ഏതൊരാളുടെയും മുന്നിലല്ല, മുഖത്ത് അത് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിപ്പോ ചുമ്മാ ഇരുന്നിട്ട് ഈ ഫോൺ സ്ക്രീൻ ഓൺ ആക്കി വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഫോണിന്റെ ക്യാമറയിൽ ചെയ്യരുത്. കാരണം ഫോണിന്റെ ക്യാമറയിൽ മിക്കവാറും ഫോണുകളിലെല്ലാം നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇമേജ് ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. അതുകൊണ്ട് കണ്ണാടിയിൽ ലാറ്ററൽ ഇൻവേർഷൻ വന്നാലും നമുക്കതിന്റെ ഈ വലിയ ഫ്രെയിം ആയതുകൊണ്ട് നമുക്കതിന്റെ ഒരു ഭംഗി തോന്നില്ല. ഈ ഫോൺ സ്ക്രീനിൽ നമ്മുടെ ആധാർ കാർഡിലൊക്കെ ഫോട്ടോ എടുത്ത പോലെ ഇരിക്കും ചില ഫോണിൽ സെൽഫി എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഫോൺ സ്ക്രീനിൽ ഒരിക്കലും ഇത് വർക്ക് ചെയ്യില്ല. ഫോൺ സ്ക്രീൻ തുറന്നു വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. വലിയ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ നോക്കണം. അപ്പൊ നിങ്ങൾ ആ സക്സസിനെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് ഹാഫ് വേ ഡൺ എന്നുള്ളതാണ്.
നമ്മൾ കേട്ടിട്ടുണ്ടാവും വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നുള്ളത്. അപ്പൊ ഒരു 50% നിങ്ങളുടെ സക്സസിനെ, കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് നിങ്ങളുടെ സക്സസിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഫിയറിനെ, നിങ്ങളുടെ ടെൻഷനെ മറികടക്കാനുള്ളത്. അടുത്ത് പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ മാത്രമല്ല, ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പലപ്പോഴും കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ്. പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഒരു സുഹൃത്തുണ്ട്, അവള് ഇടയ്ക്ക് എന്നോട് പറയും, എടാ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവൾക്ക് ഒരു സ്കൂട്ടർ ഉണ്ട്. അവള് ഓഫീസിൽ പോകുന്ന സ്കൂട്ടറിലാണ്, എല്ലാ ദിവസവും വരുന്നതും ഒക്കെ സ്കൂട്ടറിലാണ്. അപ്പൊ ഇവളുടെ നിരന്തരമായുള്ള കൂടെയുള്ള ഒരു കമ്പാനിയനാണ് സ്കൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവളുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഗൾഫിലാണ്. ഇവളാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഹസ്ബൻഡ് ഇവളുടെ ഒരു വലിയ സപ്പോർട്ടാണ്. അപ്പോൾ വർഷത്തിൽ 3-4 മാസമൊക്കെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിൽ ഇവള് തന്നെയാണ് വീട്ടിലെ കാര്യം മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഇവള് പറയാണ്, ഞാൻ എന്റെ സ്കൂട്ടറിനോട് സംസാരിക്കുകയാണ്. അതായത് ഈ സ്കൂട്ടർ എന്ന് പറയുന്നത് ഇവളുടെ കൂടെ ഉള്ള ഒരു നിത്യ സഹചാരി, സന്താ സഹചാരി ആയതുകൊണ്ട് സ്കൂട്ടറിന് ഇപ്പൊ ചെവിയില്ല, കേട്ടാൽ മനസ്സിലാവില്ല, ഇറ്റ്സ് എ മെഷീൻ, നമുക്കുള്ളത് അറിയാം. പക്ഷെ സ്കൂട്ടറിനോട് സംസാരിക്കുക എന്നുള്ള ഒരു ആക്ട് ഉണ്ടല്ലോ, ആ ആക്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ബൂസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആകണം. അതായത് പലരും പറയും നിന്നെ കൊണ്ട് കൊള്ളില്ല, അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെയൊക്കെ, നീ 4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലോ, നിനക്ക് ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ ഏറ്റവും ഈ പ്രശ്നം ഒരു സോഷ്യൽ ഗ്യാതറിംഗിന് പോകുമ്പോഴാണ്. ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ, ചിലപ്പോൾ നമുക്ക് ജോലി ആയിട്ടുണ്ടാവില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ജോലി ഉണ്ടാവും. അപ്പൊ ആളുകൾ വന്ന് നമ്മളിങ്ങനെ, അത് മലയാളിക്ക് ഒരു ശീലമുണ്ട്, അങ്ങനെ അങ്ങനെ ഇല്ലാത്ത ഒരുത്തന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ അങ്ങനെ ചൊറിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മലയാളിയുടെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ്. മറ്റു സമൂഹങ്ങൾക്കും ഉണ്ട്. ഞാൻ പിന്നെ മലയാളിന്ന് കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹമായതുകൊണ്ട്. അവിടെയൊക്കെ നിങ്ങളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവും. അവിടെ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുന്നതിന് മുമ്പും നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ടെൻഷനെ, നിങ്ങളുടെ പേടിയെ, നിങ്ങളുടെ നെർവസ്നെസ്സിനെ മറികടക്കാൻ നിങ്ങൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളോട് തന്നെ പറയുക. അത് ചുമ്മാ പറഞ്ഞാൽ പോരെ. ഇപ്പൊ വെറുതെ രാവിലെ എഴുന്നേറ്റ് ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിന്റെ കൂടെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെ കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില് നമ്മൾ അധികവും കേൾക്കുന്നത് ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു സമീപനം എല്ലാ നാടുകളിലും അതുണ്ട്. അല്ലെങ്കിൽ ഒരുത്തന്റെ കരിയർ ഗ്രോത്ത്, അവന്റെ കരിയർ ഗ്രാഫ് ഉയരുമ്പോൾ മറ്റൊരുത്തന് അത്രയും എത്താൻ പറ്റിയില്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്തവൻ മറ്റവനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും അവനെ എടുത്തി കാണിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ കാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളത്. ബിലീവ് മീ, അഫർമേഷൻ എന്ന് പറയുന്ന കാര്യം ഇറ്റ് ട്രൂലി വർക്ക്സ്. നമുക്ക് സെൽഫ് അഫർമേഷൻ കൊടുക്കേണ്ടത് ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ടല്ല. മോട്ടിവേഷനൊക്കെ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ വന്നിട്ടല്ല. അതൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഏടുകളായിട്ട് കൂടെ കൊണ്ടു നടക്കാവുന്നേ ഉള്ളൂ. സെൽഫ് അഫർമേഷൻ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് സെൽഫ് എന്നുള്ള ഒരു വാക്ക് നേരത്തെ ചേർത്തിരിക്കുന്നത്. ടോക്കിന് മുമ്പ് നമ്മൾ സെൽഫ് എന്ന് ചേർത്തത്. അപ്പൊ സെൽഫ് ടോക്കും സെൽഫ് അഫർമേഷനും ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളോട് തന്നെ നമ്മൾ പറയുക, ഞാൻ ഇത് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യും, ഐ വിൽ ക്രാക്ക് ദിസ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ തന്നെ പഠിപ്പിക്കുക. ഒരു 10-20 തവണ നമ്മുടെ മനസ്സിനോട് നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഓരോ ദിവസവും ഞാൻ ഈ പറയുന്ന കണ്ണാടിയുടെ മുമ്പിലുള്ള പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ മുഖത്ത് ഒരു ചിരിയായി പടർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കാര്യം ലാഘവത്തോടെ എടുക്കരുത്. പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ ഇതേവരെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നൊന്ന് ചെയ്തു നോക്കണം. ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉണ്ടാകും. നാളെ നിങ്ങൾ ക്ലാസ്സിൽ അത് ഷെയർ ചെയ്യുകയും വേണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ പവർ ഓഫ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ഇൻ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ തന്നെയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ചിലർക്ക് ഇന്റർവ്യൂവിന് ചിലപ്പോ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഇങ്ങനെ എന്റെ ഒരു എന്ന് പറയാൻ കാരണം
കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതാണ്. എനിക്ക് കുറെ അനുഭവങ്ങൾ ഇങ്ങനെ പലരും പറഞ്ഞും പലയിടത്തും പോകുമ്പോഴുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ എക്സാമ്പിളിലേക്ക് പോവാതെ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയുന്നത്. എന്റെ ഒരു സുഹൃത്ത്, അവള് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന, അത്യാവശ്യം ഏൺ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ ഈ സൈക്കോളജിസ്റ്റിന്റെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ആരോട് പറയും എന്നുള്ളതൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോ ഈ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരാരോട് പോയി പറയും? നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്നവര്. അപ്പൊ അവളെ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കും. അപ്പൊ ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലിനിക്കിൽ പോയിരുന്ന് നന്നായി പണിയെടുത്ത്, അപ്പൊ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ലേ? ആളുകളുടെ പ്രശ്നം മുഴുവൻ കേൾക്കണം. അധികം അവള് മാരിറ്റൽ കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും കേൾക്കുന്നത്, കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കും കേൾക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഇവള് പറയുന്നത്, ഇവളുടെ വീട്ടിൽ എന്ത് സാധനമാണോ അടുക്കളയിൽ സ്റ്റോക്ക് ഇല്ലാത്തത്, ആ സാധനത്തെ പറ്റിയായിരിക്കും അമ്മ വരുമ്പോൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ ക്ലിനിക്കിലേക്ക് നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്ത് കാര്യമാണോ ആ വീട്ടിൽ ഇല്ലാത്തത്, ചിലപ്പോ ഇപ്പോ തക്കാളി തീർന്നിരിക്കുകയായിരിക്കും. തക്കാളി അന്ന് വാങ്ങിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടാവില്ല. വേറെ 4-5 ഐറ്റം പച്ചക്കറിയെ വീട്ടിൽ ഇരിപ്പുണ്ടാവും. പക്ഷെ തക്കാളി ഇല്ല എന്നുള്ളൊരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, അവള് പറയുന്ന കാര്യമാണ്. അപ്പൊ എന്താണോ അവിടെ ഉള്ളതിനെ പറ്റി സംസാരിക്കുന്നേ ഇല്ല. എന്ത് സാധനമാണല്ലോ. അപ്പൊ ഈ ഒരു ടോക്ക് എന്ന് പറയുന്നത് ഇവളെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ്സാണ്. മനസ്സിലായോ? ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കഥാരൂപേണ ഞങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണത്. അതായത് ആ ഒരു കാര്യം ഇത് കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സ്ട്രെസ്സാണ്. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ അനാവശ്യമായ സ്ട്രെസ് തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ഇഗ്നോർ ചെയ്യുക, നെഗ്ലക്ട് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പല കാലങ്ങളിലായി പല സമയങ്ങളിലായി ഇതിനെയൊക്കെ നമ്മൾ കാരണം പലർക്കും അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് പലരും തംസപ്പെടുന്നത്, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പല കാലങ്ങളിലായി പല സമയങ്ങളിലായി നമ്മൾ ഇതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഈ സ്ട്രെസ്സിലാക്കുന്ന ആളുകളോട് ചിലപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ണർ തന്നെയായിരിക്കും കേട്ടോ, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലൈഫ് പാർട്ട്നേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരുപാട് സ്ട്രെസ് നമുക്കുണ്ട്. അപ്പൊ അത് ഈ എന്താ ചെയ്യുക, നമ്മൾ പിന്നെയും അവരുമായി കലഹിക്കാൻ പോയിട്ട് കാര്യം ഒരു കാര്യം ആലോചിക്കും. നിങ്ങൾക്ക് രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ അതിനെ വളരെ തലേന്നൊക്കെ വളരെ കൂലങ്കഷമായി അതിന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് രാവിലെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ നെഗറ്റീവ് കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടിട്ടാ പോകണമെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിന്റെ എനർജിയുടെ ഒരു പകുതി, ഞാൻ എന്തിനാ ഇതിന് പോകുന്നത്, ഞാൻ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നത് ചില ചോദിക്കാറില്ലേ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് രാഹി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറെ ഈ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുനിഷ്ട് പറയുന്ന, കുന്നായ്മ പറയുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന, അനാവശ്യമായ നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ നല്ല മൂഡിനെ കളയുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്റർവ്യൂ ദിവസം രാവിലെ ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. അതൊരു വലിയ കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സ്ട്രെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ വെൽബീയിങ്ങും നമ്മുടെ മെന്റൽ ഹെൽത്തുമാണ് മോശമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിനെ ഇരയാകാതിരിക്കുക. മറ്റൊരു കാര്യം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, സെൽഫ് കമ്പാഷൻ ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഇപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് ഇന്റർവ്യൂവിന് പോയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു കരക്കെത്താതെ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പലരും പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ സംഭവിച്ചു, 2 ഇന്റർവ്യൂവിൽ സംഭവിച്ചു, 3ാമതും അങ്ങനെ സംഭവിക്കുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ തോന്നരുത്. ഒരിക്കലും. അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ പരാജയം എന്ന് പറയുന്നത് അടുത്ത സക്സസിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ കണക്കാവുള്ളൂ. ഇത്രയും ചിന്തിക്കുക. സോറി, മേക്കിംഗ് മിസ്റ്റേക്സ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഹ്യൂമൻ തിങ് ആണ്. അതായത് അത് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യിക്കേണ്ട കാര്യമില്ല. മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യസഹജമായ കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഒരേ ഐക്യു ലെവലുള്ള ആളുകളല്ല. നിങ്ങൾ ഫ്ലിൻ ഇഫക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ തന്നെ പറഞ്ഞേക്കാൻ സമയം ഒരുപാട് കളയുന്നില്ല. ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ഫ്ലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇഫക്റ്റ്, ആ ഒരു തിയറി കൊണ്ടുവന്നത്. അതായത് ഓരോ തലമുറ കഴിയും തോറും ഈ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സിന്, അതായത് ഇപ്പോ നമ്മുടെ തലമുറയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാൾ ഐക്യു കൂടി വരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യു ബൂം ഉണ്ടായത് 1981-നും
1996 ഇടയ്ക്ക് ജനിച്ച ആ ഒരു തലമുറയിലാണ്. നമ്മുടെ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ 80s അവസാനം 90s ആദ്യമൊക്കെ ജനിച്ച ആ ഒരു തലമുറയ്ക്കാണ് ഈ ഐക്യുവിൽ മുൻ തലമുറയെ അപേക്ഷിച്ച് ഭയങ്കരമായ മാറ്റം വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ട്രെൻഡുകൾ പറയുന്നത് റിവേഴ്സ് സ്വിൻ ഇഫക്റ്റ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഐക്യു ലെവൽ പണ്ടത്തെ തലമുറയെ അപേക്ഷിച്ച് ഐക്യു ലെവൽ കുറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഐക്യു എന്ന് പറയുന്നത് 90s കിഡ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഹൈ ഐക്യു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു സർട്ടൺ സെറ്റ് ഓഫ് ആളുകളെ എടുത്തിട്ട് സർട്ടൺ സെറ്റ് ഓഫ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാം എന്നുള്ള പഠനങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ജനറലി നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോരുന്നു, പഠനങ്ങൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ എതിരഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകാം, പക്ഷെ പ്ലിൻ ഇഫക്റ്റ് പൊതുവെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഐക്യു ലെവൽ എന്ന് പറയുന്നത് ഒരിക്കലും സെയിം ആയിരിക്കില്ല. എന്റെ ഐക്യവും ഈ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 10-30 പേരുടെ ഐക്യു ഒരേപോലെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചർച്ച തന്നെ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. എപ്പോഴും ഐക്യുവിന്റെ ഡിഫറൻസ് ഉള്ളതാണ് സമൂഹത്തിൽ പല തരത്തിലുള്ള ജോലിക്കും പല തരത്തിലുള്ള കാര്യങ്ങൾക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു സെൽഫ് കമ്പാഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതിന് പകരം ബി കമ്പാഷനേറ്റ് ടു യുവർ ഇന്നർ സെൽഫ് ആൻഡ് ഇന്നർ മൈൻഡ്സ്. നിങ്ങളുടെ മൈൻഡിനോട്, നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് നിങ്ങൾ തന്നെ കമ്പാഷനേറ്റ് ആയിട്ട്, ഇത് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. ഇത് സാധാരണ ഇന്റർവ്യൂ ട്രെയിനിങ്ങിലൊന്നും ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. ഞാനത് നിങ്ങളോട് തുറന്നു പറയുന്നതേ ഉള്ളൂ. ഈ സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും if you are not going to make your mind okay, then who is coming to make it okay എന്നുള്ളതാണ് ഒരു ചോദ്യം. അതായത് നമ്മുടെ മൈൻഡിൽ ഒരു കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിനെ തന്നെ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് നീറി പുകഞ്ഞിരിക്കാതെ ഇറ്റ്സ് ഓക്കെ ടു ബി അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്, ഐ വിൽ ട്രൈ ബെറ്റർ നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരു സാധനം നമ്മുടെ മൈൻഡിനോട് തന്നെ, ഞാൻ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് പോലെ തന്നെ ഒരു സെൽഫ് കമ്പാഷൻ ആയിട്ട്, സെൽഫ് കമ്പാഷൻ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ്, അതുപോലെ തന്നെ നെർവസ്നെസ്, ഈ പറഞ്ഞ പേടി, ഫിയർ, ഇതൊക്കെ നമ്മൾ മറികടക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ആണ്. പലർക്കും പ്രശ്നം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഞാൻ ജോലി ചെയ്യുന്ന സർവകലാശാലയിൽ പലപ്പോഴും കുട്ടികൾ ആപ്ലിക്കേഷൻ എഴുതി കൊണ്ടുവരും. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെങ്കിൽ മലയാളത്തിൽ എഴുതി കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഭരണഭാഷ സർക്കാർ മലയാളം ആക്കിയിട്ടുണ്ട്. മലയാളം അറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഫുൾ A+ വാങ്ങി വരുന്ന കുട്ടികൾ പോലും ഇംഗ്ലീഷിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതിക്കൊണ്ട് വരുമ്പോൾ ഞാനത് കളിയാക്കി പറയല്ല, 5 സെന്റൻസ് ഉണ്ടെങ്കിൽ അതിൽ 10 തെറ്റെങ്കിലും ഉണ്ടാവും. ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല കുട്ടികളോട് ചില കുട്ടികൾ നമ്മൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല, സാറിന് ഇതിന്റെ കാര്യം എന്താണ്, സാറ് ഇത് കാര്യം നടന്നാൽ പോലെ എന്നുള്ള രീതിയിൽ നമുക്ക് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലെ എന്നുള്ള ഒരു കാര്യം പിള്ളേരെ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നാമത് വേണ്ടത് വായനയാണ്. വേറെ യാതൊരു ടെക്നിക്കും അതിൻ്റെ അകത്തില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഷോർട്ട് മെസ്സേജിങ് സർവീസ് SMS 1999, 2000 കാലഘട്ടത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളൊക്കെ ഒരു 2005 മുതൽ ഈ SMS അയച്ചു തുടങ്ങിയ ആളുകളാണ്. ഈ SMS വന്നതോടുകൂടിയാണ് നമ്മുടെ ലാംഗ്വേജും നമ്മുടെ സ്പെല്ലിങ്ങും. അന്ന് ഒരു മെസ്സേജിന് 120 ക്യാരക്ടേഴ്സോ 160 ക്യാരക്ടേഴ്സോ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പലരും അത് സമ്മതിക്കുന്നുണ്ട്, നമുക്ക് പല വാക്കുകളുടെയും സ്പെല്ലിംഗ് എന്താണെന്ന് നമുക്കറിയില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജില് അവിടെ ഇന്റർ കോളേജിയേറ്റ് ഫെസ്റ്റ് നടക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കൊമേഴ്സിലെ അധ്യാപകനാണ്. അദ്ദേഹം എന്നോട് വന്നിട്ട് പറയാണ്, എടാ പേപ്പർ നോക്കുമ്പോൾ, ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ കുട്ടികൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ എല്ലാം ഷോർട്ട് ഫോം ആണ്. നമ്മൾ ഈ വാട്സാപ്പിൽ ഈവൻ ഹായ് എന്ന് എഴുതുന്നതിന്റെ സ്പെല്ലിങ് പോലും നമ്മളിപ്പോ വന്ന് HI എന്നുള്ള ചുരുക്കി, പണ്ട് HAI എന്ന് എഴുതുമായിരുന്നു. ഇപ്പൊ ഹലോ എന്നുള്ളതിന് HLLO എന്നുള്ളതിന് നമ്മൾ HLO എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കുറെ കാലം നമ്മളിങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇതിനോട് നമ്മൾ അക്കസ്റ്റംഡ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ഒറിജിനൽ എന്താണെന്ന് നമ്മൾ മറന്നു. അത് ചിലരൊക്കെ അയക്കുന്ന മെസ്സേജ്, ഇപ്പൊ ഞാൻ എന്നുള്ളത് നമ്മൾ എൻജയൻ എന്ന് എഴുതില്ലേ, മംഗ്ലീഷ് എഴുതില്ലേ, ഇത് കുറെ കാലം കഴിയുമ്പോൾ ഇത് നമുക്കായി മംഗ്ലീഷിലായി എഴുതുമ്പോൾ, ഞാൻ എന്ന് എഴുതുമ്പോൾ NJN
എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ്. മംഗ്ലീഷ് എന്നുള്ളത് പോലും നമ്മൾ, ഇംഗ്ലീഷ് പോട്ടെ, മലയാളം പോട്ടെ, മംഗ്ലീഷ് പോലും നമ്മൾ ഷോർട്ടൻ ചെയ്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഈ നിങ്ങളുടെ ഈ എക്സ്പ്രഷൻസ്, ഈ ഇമോജീസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെയാണ് നമ്മുടെ ഭാഷയെ നശിപ്പിച്ചത്. അതുകൊണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടിയാണ് കേട്ടോ, ഈ ഫോൺ ഉപയോഗിച്ച് അതിമനോഹരമായി ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളും ഉണ്ട്. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഗ്രാമർലി പോലുള്ള വെബ്സൈറ്റുകളുണ്ട്, അവരുടെ ആപ്പ് ഉണ്ട്. ഗ്രാമർലി ഒക്കെ എനിക്ക് തോന്നുന്നു ലാംഗ്വേജിന്റെ കാര്യത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്ന് ഗ്രാമർലി പോലുള്ള AI എനേബിൾഡ് വെബ്സൈറ്റുകളാണ്. അതായത് എന്റെ ഒരു സുഹൃത്ത്, അവളുടെ പേര് മേബൽ സൂസൻ എന്നാണ്. ഞാൻ ഹൈദരാബാദിൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നത്. അപ്പൊ അന്ന് ഈ നമുക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചേഴ്സ് നമ്മുടെ പേപ്പർ തരുമ്പോൾ 1 or 2 essay ആണ് നമുക്ക് എഴുതാനുള്ളത്. ഞാൻ പലപ്പോഴും കൗതുകത്തോടു കൂടി മേബലിന്റെ പേപ്പർ വാങ്ങിച്ചു നോക്കും. അപ്പൊ എന്റെ കൂട്ടുകാരനും ഞാനൊക്കെ ഇരുന്ന് വായിക്കും. കാരണം ഞാനും എന്റെ കൂട്ടുകാരനും ഒക്കെ ഒരു 3 പാരഗ്രാഫിൽ എഴുതുന്ന സാധനം അവൾ ഒരൊറ്റ പാരഗ്രാഫിൽ ഒതുക്കും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ മനോഹരമായിട്ട്, വലിച്ചു നീട്ടി പരത്തി പറയാതെ, വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ കൺസൈസ് ആയിട്ട്, നമ്മളൊക്കെ ഒരു പേപ്പറിൽ എഴുതുന്ന കാര്യം അവൾ ഒരു പാരഗ്രാഫിൽ, അല്ലെങ്കിൽ നമ്മൾ 10 പേജിൽ എഴുതുന്ന കാര്യം അവൾ 3 or 4 പേജിൽ വളരെ വൃത്തിയാക്കി എഴുതും. അത് ഒരു കലയാണ്. ആ കല നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നന്നായി വായിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം അക്ഷരങ്ങൾ മഷി പുരണ്ട പുസ്തകത്താളുകളിൽ മാത്രമാണ് ഇന്ന് നമുക്ക് ഭാഷയെ അതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫോമിൽ നമുക്ക് കാണാൻ പറ്റുമോ. വേറെ ഒരിടത്തും നമ്മൾ എവിടെ ഓൺലൈനിൽ തപ്പിയാലും നമുക്ക് അതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കംഫർട്ടിന് വേണ്ടി നമ്മൾ കീബോർഡിലേക്ക് നമ്മുടെ കൈയെ കൊണ്ടുപോയപ്പോൾ ഈ കൈക്ക് ആയാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട്, പണ്ട് ഒരു SMS-ന് 1 രൂപ വെച്ച് അയച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇപ്പൊ പിന്നെ വാട്സാപ്പ് വന്നപ്പോൾ പ്രശ്നമൊക്കെ മാറി. എന്നിരുന്നാലും നമ്മുടെ ഈ ശീലം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭാഷ എന്ന് പറയുന്ന സാധനത്തെ അതിന്റെ പൂർണ്ണ തോതിൽ നമ്മൾ കാണുന്ന സമയങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കാര്യം, ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങളെങ്കിലും സ്ഥിരമായി വായിച്ചേ പറ്റൂ. അതിപ്പോ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് പറയാറുണ്ട്, ഹിന്ദു ദിനപത്രം സ്ഥിരമായി വായിക്കണം. അവരുടെ ബൈബിൾ എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയാറുണ്ട്. ഈ ഹിന്ദു കുറച്ച് ടഫാന്ന് തോന്നുന്ന ആളുകൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രമുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്. ഈ പത്രങ്ങളിൽ ഏതെങ്കിലും ഒരു പത്രം, ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി രസകരമായി വായിച്ചു പോകാവുന്ന രീതിയിലാണ്. പക്ഷെ ടൈംസ് ഓഫ് ഇന്ത്യയും ഇപ്പൊ അത്ര സിമ്പിൾ അല്ല. പണ്ട് ഒരുപാട് പരസ്യങ്ങളും ലൈറ്റർ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ വന്നിരുന്ന ഒരു പത്രമായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഹിന്ദുവിന്റെ നിലവാരത്തിലേക്ക് ടൈംസ് ഓഫ് ഇന്ത്യ വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറെ എന്റർടൈൻമെന്റ് പേജസ് ഉണ്ട്. ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സപ്ലിമെന്റ് ആയിട്ട് കൊച്ചി ടൈംസ് എന്നൊരു പേജ് ഉണ്ട്. ഈ പേജിൽ അധികവും വരിക സിനിമ റിവ്യൂസ്, അല്ലെങ്കിൽ ഈ നഗരവുമായി ബന്ധപ്പെട്ട, ഇപ്പൊ ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ സമയമായതുകൊണ്ട് അതിന്റെ ആഘോഷങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ കൊച്ചി മുസ്ലിംസ് ബിനാലെ കൊച്ചി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സാധനം, നമുക്ക് എന്റർടൈൻമെന്റ് ന്യൂസ് അല്ലെങ്കിൽ ഗോസിപ്പുകൾ, ഈ സിനിമാ രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാൻ ഇങ്ങനെയുള്ള കുറച്ച് മസാല സാധനങ്ങൾ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അത് വായിക്കാൻ ഒരു രസം ഉണ്ടാവും നമുക്ക്. സീരിയസ് റീഡേഴ്സിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ അത് ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ അത് കാശ് കൊടുത്ത് വാങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇതിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ന്യൂസുകളൊക്കെ പെയ്ഡ് അല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കൃത്യമായിട്ട്. അപ്പൊ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ കണ്ടംപററി ന്യൂസ് ആയിട്ട്, കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും പത്രം വായിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലാംഗ്വേജ് നാച്ചുറലി ഡെവലപ്പ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ, അത് ഞാൻ പറയുന്നത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനൊക്കെയാണ് ഞാൻ ഇങ്ങനെ നോക്കി വായിച്ചത്. അതായത് നമ്മുടെ കണ്ണ് ആ അക്ഷരത്തിൽ പതിഞ്ഞ നമ്മുടെ മനസ്സിലൊരു ഇംപ്രിന്റ് ആണ്. കാരണം നമ്മളെല്ലാവരും ഒന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചവരായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർമാര് നമ്മളെ കറക്റ്റ് ആയിട്ട് പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഹൈസ്കൂളിലെങ്കിലും ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അടിത്തറ കിട്ടാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്. പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ, പണ്ട് ഗൾഫിൽ പോയിരുന്ന ആളുകൾ, അന്ന് ഈ അറബി സമൂഹത്തിന് വലുതായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ ജ്ഞാനമൊന്നുമില്ല. അന്ന് ഇംഗ്ലീഷ് അറിയാവുന്നവൻ, എന്റെയൊക്കെ നാട്ടിൽ അങ്ങനെ പലരും ഉണ്ട്,
അന്ന് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവൻ, അവന് വേറെ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അവിടെ പോയി ഈ അറബിയുടെ പെറ്റായി വലിയ വലിയ കമ്പനികളുടെ മേധാവികളായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകൾ എന്റെ നാട്ടിൽ പോലും ഉണ്ട്. അവർക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അവരൊന്നും വലിയ പ്രഭാഷകരോ അല്ലെങ്കിൽ വലിയ തിയറിറ്റീഷ്യന്മാരോ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്. അവരെങ്ങനെയോ ഇംഗ്ലീഷ് ഭാഷ അന്ന് പഠിച്ചു. പക്ഷെ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്നിപ്പോ ഗൾഫിലുള്ള എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഗൾഫില് അറബി സമൂഹത്തിന്റെ ഇതൊക്കെ തന്നെ മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അന്ന് ആ ഒരു കാലത്ത്, ആ ഓയിൽ ബൂം ഉണ്ടായിരുന്ന സമയത്ത്, പെട്രോളിന്റെ ഒക്കെ ഒരു 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 പ്രതാപ കാലത്ത് ആ സമയത്ത് പോയിരുന്ന ആളുകളിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ രക്ഷപ്പെട്ടു എന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സാധനം നമ്മൾ വായിച്ച് നമ്മൾ ഈ നമുക്കതിന്റെ ഒരു സ്പെല്ലിംഗ് ഇതാണ്, ഇങ്ങനെയാണ് സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് സ്പീക്കിംഗ് ലെവലിലേക്ക്, നമുക്കിതിനെ ഭാഷ എന്ന് പറയുന്നത് സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഫുൾ മീനിങ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ സിനിമ കാണുക. ഇപ്പൊ ഈ അവതാർ സിനിമ തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ സബ് ടൈറ്റിലുകൾ ഉണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഓടുന്ന അവതാറിന്റെ വേർഷനിൽ അടിയിൽ സബ് ടൈറ്റിൽ ഉണ്ടാവും. ഒന്നും വേണ്ട, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ വീട്ടിൽ കാർട്ടൂൺ ഉണ്ടാവുമല്ലോ, കാർട്ടൂൺ കാണാതെ ഫുഡ് കഴിക്കാത്ത പിള്ളേരാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ പിള്ളേര് കാർട്ടൂൺ കാണുമ്പോൾ അതിന് സബ് ടൈറ്റിൽ എനേബിൾ ചെയ്തിട്ട് നിങ്ങളും അവരൊപ്പം ഇരുന്ന് കാർട്ടൂൺ കണ്ടോ. കാരണം നിങ്ങളുടെ ഫോണുകളിൽ അധികവും യൂട്യൂബിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കാണുന്ന കാർട്ടൂൺ ആയിരിക്കും. അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ കാർട്ടൂൺ കാണും. അപ്പൊ ഈ കാർട്ടൂൺ കാണുമ്പോൾ ആ കാർട്ടൂണിന്റെ സബ് ടൈറ്റിൽ എനേബിൾ ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയും ഭാഷ നന്നാവും, നിങ്ങൾക്കും അത് കണ്ട് പഠിക്കാം. ആ ലിസണിങ് സ്കില്ല് നിങ്ങൾക്കും ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. അതൊരു പരിധി വരെ നിങ്ങൾക്ക് കാർട്ടൂണുകളിലെ ഇംഗ്ലീഷ് നല്ലതാണ്. എങ്ങനെയാണ് ഒരു പൊളൈറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യുക, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മാന്യമായി നിങ്ങളുടെ ദേഷ്യത്തെ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ കുട്ടികൾക്കുള്ള കാർട്ടൂൺ ആയതുകൊണ്ട് അതിനകത്ത് ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും ഉണ്ടാവില്ല. വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ആയിരിക്കും കാർട്ടൂണിന്റെ ഡയലോഗുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുക. അപ്പോൾ കാർട്ടൂണുകൾ കാണുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്പോട്ടിഫൈ പോലെ, ആമസോൺ മ്യൂസിക് ഒക്കെ പോലെ, എന്തിന് യൂട്യൂബിൽ പോലും ഇഷ്ടം പോലെ പോഡ്കാസ്റ്റുകൾ കിടക്കുന്നുണ്ട്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ പോഡ്കാസ്റ്റ് ഉണ്ട്. നിങ്ങൾ ടെഡ് ടോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. TED, ടെക്നോളജി എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നാണ് അതിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീക്കേഴ്സ് വന്ന് സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബിൽ ടെഡ് ടോക്സിന് ടെഡ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്, പിന്നെ ടെഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. ടെഡ് എക്സ് കുറച്ചുകൂടി ലൈറ്റർ വേർഷനാണ്. ടെഡ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും മികച്ച ആളുകൾ ഓരോ ഫീൽഡിലെയും, എഞ്ചിനീയറിംഗ് ആയാലും സയൻസ് ആയാലും ലിറ്ററേച്ചർ ആയാലും കൾച്ചറൽ സ്റ്റഡീസ് ആയാലും ഹിസ്റ്ററി ആയാലും എന്ത് കാര്യങ്ങളായാലും ടെഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സ്പീക്കേഴ്സിന് വന്ന് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സീരിയസ് ആയി കാണുന്ന ആളുകളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ടെഡ് ടോക്സ് നിരന്തരമായി കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ 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 ഞാൻ കുറെ കാലം നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ടെഡ് ടോക്സ് കേൾക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആശയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ഭാഷയും നന്നായിട്ട് വളരും. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ന്യൂസ് ചാനലുകൾ. ന്യൂസ് ചാനലുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പലരും നമ്മളിപ്പോ വീട്ടിൽ കേബിൾ TV കാണുന്ന ആളുകൾ കുറവാണ്. ഇപ്പൊ BBC ആയാലും, BBC ഒന്നും നിങ്ങൾ ആദ്യം കയറി കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോഴും BBC കണ്ടാൽ എനിക്കും പലതും മനസ്സിലാവാറില്ല അവരുടെ ആക്സെന്റ്. കാരണം BBC എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഞങ്ങൾ ചിരിക്കുന്നുണ്ട്, ഏറ്റവും എന്താ പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്റർമാർ ഇരുന്ന് ചെയ്യുന്ന സാധനമാണ് BBC അതുപോലുള്ള CNN ഒക്കെ. അപ്പൊ അതിലെ ഇംഗ്ലീഷ് ഒരു അൽ ജസീറ പോലുള്ള ചാനലുകൾ, ഇപ്പൊ പിന്നെ വിയോൺ ന്യൂസ് ഉണ്ട്, പിന്നെ DW എന്ന് പറയുന്ന ചാനലുണ്ട്. ഇതിലൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അത് വർഷങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫോമിൽ, അല്ലെങ്കിൽ പിന്നെ ചെറുപ്പത്തിലേ നമ്മൾ ഇന്റർനാഷണൽ സ്കൂളുകളിൽ പഠിച്ച് ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഈ പൽക്കി ശർമ്മ ഉപാധ്യായ എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ആക്സെന്റ് അടിപൊളിയാണ്, പക്ഷെ അതിലൊരു ഇന്ത്യൻ ടച്ച് ഉണ്ട് അവരുടെ ആക്സെന്റിൽ. അതായത് നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷാണ്. ഏതൊരു കൊച്ചു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പൽക്കി ശർമ്മ ഉപാധ്യായ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് സംസാരിക്കുന്നത്. അവര് വിയോൺ ന്യൂസിൽ ഉണ്ടായിരുന്ന കുറെ കാലം. ഇപ്പൊ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതില്
എല്ലാ ദിവസവും 1 മണിക്കൂർ വാൻറ്റേജ് വിത്ത് പൽക്കി ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ അവർ ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസത്തെ 8 or 10 വാർത്തകളുടെ അനാലിസിസ് ആണ് അവർ ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നാവും, നിങ്ങളുടെ ലിസണിംഗ് സ്കില്ല് നന്നാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു PSC പരീക്ഷയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കുറച്ച് ടോപ്പിക്സ് വേണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ചാനൽ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു തുടങ്ങുക. പൽക്കി ശർമ്മ ഉപാധ്യായയുടെ വളരെ മികച്ച ഒത്തിരി അവര് ഈ ഓക്സ്ഫോർഡ് യൂണിയനിൽ പോയി സംസാരിച്ച വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് പോസ്റ്റിന്റെ ചാനലല്ല, ഓക്സ്ഫോർഡ് യൂണിയനിൽ ശശി തരൂർ പ്രസംഗിച്ച വേദിയാണ് ഓക്സ്ഫോർഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതിൽ പോയി അവർ ഇന്ത്യയെ പറ്റി സംസാരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ ഈ പൽക്കി ശർമ്മ എന്ന് കൃത്യമായി പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ കരൺ താപ്പറോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ജേർണലിസ്റ്റുകളൊക്കെ സംസാരിക്കുന്നതിന്റെ പേസ് നമുക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഭയങ്കര സ്പീഡിലായിരിക്കും, ഭയങ്കര ആക്സിഡന്റിലായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷെ പൽക്കി ശർമ്മ നിർത്തി വളരെ കൃത്യമായിട്ട്, ഇടയ്ക്ക് അത് സ്പീഡിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഏതൊരാൾക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ന്യൂസ് കാണുക എന്നുള്ളത്, ഇംഗ്ലീഷ് പത്രം വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കിടക്കുന്നുണ്ട്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാർട്ടൂൺസ് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കുട്ടികളൊപ്പം ഇരുന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂസ് ചാനലുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങുക. ശ്രദ്ധിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ അതും നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനിയിപ്പോ 10,000 രൂപ കൊടുത്ത് 50,000 രൂപ കൊടുത്ത് ഒരു ട്രെയിനർ അടുത്ത് പോയാലും അയാൾ ഇതൊക്കെ തന്നെ പറയുള്ളൂ. അതുകൊണ്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളോടുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്. പിന്നെ ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഈ നിങ്ങളുടെ മേഖലയിലെ ബേസിക്സ് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക എന്നുള്ളത്. അതായത് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് താങ്ക് യു, കുറെ പേര് നല്ല ഇമോജീസ് ഒക്കെ അയക്കുന്നുണ്ട്. ഐ ആം ഓർമ്മ, താങ്ക് യു ഫോർ ദാറ്റ്. ഈ നിങ്ങളായിരിക്കുന്ന മേഖലയിലുള്ള, അതായത് ബേസിക്കലി നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ആളുകളാണ്, ഓൺലൈനാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കുക. അതായത് നമ്മുടെ നാട്ടിൽ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ പണി അറിഞ്ഞിരിക്കുക എന്നൊരു കാര്യമുണ്ട്. ഏതൊരു രംഗത്തായാലും, സന്തോഷ് ജോർജ് കുളങ്ങര, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ പലപ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങരയെ ഈ ക്ലാസ്സുകളിൽ കോട്ട് ചെയ്യാറുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര പറയാണ്, ഈ സഫാരി സ്റ്റുഡിയോയിൽ നാളെ മുതൽ ഒരുത്തനും വന്നില്ലെങ്കിലും, അതായത് ഇവിടുത്തെ വീഡിയോ എഡിറ്റർ വന്നില്ലെങ്കിലും, ക്യാമറമാൻ വന്നില്ലെങ്കിലും, ഇവിടുത്തെ HR മാനേജർ വന്നില്ലെങ്കിലും, ഇവിടുത്തെ അക്കൗണ്ടന്റ് വന്നില്ലെങ്കിലും, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആര് വന്നില്ലെങ്കിലും ഇത് നടത്തിക്കൊണ്ട് പോകാൻ എനിക്കറിയാം. കാരണം എനിക്ക് ഈ പണികളെല്ലാം എനിക്കറിയാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് പരസ്യമില്ലാതെ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ സഞ്ചാരം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ, ഇതിന്റെ A to Z, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് നാളെ ഇവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഒരുത്തൻ വന്നില്ലെങ്കിൽ എനിക്കത് പുല്ലാണ്. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അത് നടത്തിക്കൊണ്ട് പോകാനുള്ള കാലിബർ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ, അദ്ദേഹത്തിന്റെ റൂട്ട്സ്, അദ്ദേഹത്തിന്റെ ബേസിക്സ് അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുള്ളതാണ്. നല്ലൊരു ക്യാമറമാനാണ്, നല്ലൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു എഡിറ്ററാണ്, നല്ലൊരു ടെക്നീഷ്യനാണ്. ഇതിനെങ്ങനെ അപ്ലിങ്ക് ചെയ്യണമെന്ന് അറിയാം, ഇതിനെങ്ങനെ ഡൗൺലിങ്ക് ചെയ്യണമെന്ന് അറിയാം, ഇതിനെങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് അറിയാം. ഇതൊക്കെ പോലെ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളായിരിക്കുന്ന മേഖലയിൽ പണി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ജീവനുള്ള ഫയലുകളാണ് എന്നുള്ളത് കൊണ്ട് ഇന്റർവ്യൂ ബോർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബേസിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. ഇതും എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ദിവസമല്ല, ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോൾ 2025-26 അക്കാഡമിക് ഇയർ ജൂണിൽ തുടങ്ങിയപ്പോൾ അവളൊരു ഇന്റർവ്യൂവിൽ പോയി. അപ്പൊ അവള് 3 വർഷം അതേ കോളേജിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ഓരോ വർഷവും ഗസ്റ്റ് ടീച്ചർമാർക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഓരോ വർഷവും ഇന്റർവ്യൂ നടത്തി അവർ മിക്കവാറും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ തന്നെ അവർ എടുക്കും. ആരെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പുതിയ ആളുകളെ എടുക്കും. അപ്പൊ ഇവള് പറയുന്നത്, കഴിഞ്ഞ 3 വർഷവും ഞാൻ ഈ കോളേജിൽ അധ്യാപികയായിരുന്നു എന്നുള്ള കോൺഫിഡൻസോടെയാണ് ഞാൻ ഈ വർഷം ഇന്റർവ്യൂവിന് പോകുന്നത്. എന്നെ തന്നെ എന്തായാലും എടുക്കും, ഇനി എന്നെ വെല്ലാൻ ഒരാളില്ല. കാരണം 3 വർഷത്തെ സേവനം അവിടെ ആയപ്പോൾ നമുക്ക് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു. ഇവള് തുറന്നു പറഞ്ഞ കാര്യമാണ്. ഇവള് പറയാണ്, ഇന്റർവ്യൂ ബോർഡ് എന്നോട്, അപ്പൊ അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്, അവളുടെ ഏരിയ എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്.
ഇത്തവണ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന എന്റെ എക്സ്റ്റേണൽ സബ്ജക്ട് എക്സ്പേർട്ട് എന്നോട് കൊമേഴ്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്നോട് ചോദിച്ചു. എടാ, എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ആ ജോലി അവർക്ക് കിട്ടിയതുമില്ലേ തവണ. അതായത് 3 വർഷം ഒരേ കോളേജിൽ കണ്ടിന്യൂസ് ആയി അധ്യാപികയായി ഗസ്റ്റ് ലെക്ചറായി പഠിപ്പിച്ച ഒരാളെ 4ാമത്തെ വർഷം ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ കൊമേഴ്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു. എന്താ നമ്മുടെ പ്രശ്നം എന്നറിയോ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആഡ് ഓൺ ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. നമ്മളുടെ മെമ്മറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് മുകളിലേക്ക് ഇങ്ങനെ പൈലപ്പ് ചെയ്യുമ്പോൾ അതിന് അടിയിൽ കിടന്ന കാര്യങ്ങൾ നമുക്ക് റിട്രൈവ് ചെയ്യാനുള്ള ശേഷി നമുക്ക് കുറയും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന, അതിലേക്ക് ഞാൻ പോകുന്നില്ല, വലിയ വിഷയങ്ങളാണ് അതൊക്കെ. അപ്പൊ ന്യൂറോൺസ് എന്ന് പറയുന്ന സാധനങ്ങളിലൂടെയാണ് നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണോ അതായിരിക്കും ഏറ്റവും ആദ്യം റിട്രൈവ് ചെയ്യുക. ഇപ്പോ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും, അതിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ഒറ്റയടിക്ക് എഴുതാൻ പറഞ്ഞ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നമുക്ക് പലർക്കും പ്രശ്നമുണ്ടാവും. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ പല അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്ന അക്ഷരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ പഠിച്ചുകൊണ്ടല്ലേ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്കും അതിനുശേഷം നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയത്. പക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുട്ടികളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ബോധനശാസ്ത്രം, ഞാൻ ഇന്നലെ പറഞ്ഞ പെഡഗോജിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് എല്ലാ ഇന്റർവ്യൂ ബോർഡിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ PSC പരീക്ഷയ്ക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ പിള്ളേർക്ക് പറയാറുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, മഹാത്മാഗാന്ധിയെ പറ്റി, അല്ലെങ്കിൽ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ സ്ട്രഗിൾ, അല്ലെങ്കിൽ സിപായി ലഹള, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ സമരം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് ഇത്രയും കാലം ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. കാരണം ഇത് ബേസിക് ആണ്. ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും അടിത്തറയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റി നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കാന്നുള്ളത്. ഇത് പഠിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. കുഴപ്പമെന്നറിയോ, നമ്മൾ ഇത് ആദ്യം ഒന്ന് ഈ PSC പരീക്ഷയുടെ കോച്ചിങ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ കുറെ പുതിയ കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോഴാണ് നമ്മൾ PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കൊടുക്കും. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം, ഇത് ചിലപ്പോൾ 50 തവണ PSC ഇരുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ നമുക്കൊരു പ്രശ്നം, 942 ആണോ, 38 ആണോ, 36 ആണോ, 40 ആണോ എന്നൊരു പ്രശ്നം വരും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അവൾ എന്നെ വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞത്, ഈ പഠിച്ചിരുന്ന ബേസിക്സ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമാണ്. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അത് പഠിക്കണമെന്നല്ല, നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ സിലബസിൽ. ആ കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. പലർക്കും സംഭവിക്കുന്ന ഒരു അപകടമാണത്. അതുകൊണ്ട് അത് ഒരു കാരണവശാലും നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ആ ഡോറ് തുറന്ന് അങ്ങ് ചെല്ലുമല്ലോ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ. ഇപ്പൊ നമ്മളെ പേര് വിളിച്ചു, നമ്മള് ഡോറ് തുറന്ന് അങ്ങ് ചെല്ലുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയും. ഇത് വെറുതെ പറയുകയല്ല. ഒരാളെ കാണുമ്പോൾ ഇവൻ കൊള്ളാം അല്ലെങ്കിൽ ഇവൾ കൊള്ളാം എന്ന് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്. അതിന് ഏറ്റവും വേണ്ടത് ആദ്യം മുഖത്ത് ഒരു ചിരിയാണ്. ആ ഒരു ചിരി എന്ന് പറഞ്ഞാൽ ഒരു അട്ടഹാസമോ എല്ലാ പല്ലും വലിയ കാണിച്ചുള്ള ചിരി ചിരിക്കണം എന്നല്ല പറയുന്നത്. ഒരു മന്ദസ്മിതം, ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അത് ആ മൊമെന്റിനെ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ ലൈറ്റർ ആക്കും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും അവതാർ സിനിമയിലേക്ക് വരികയാണ്. ഞാൻ ഇന്നലെ ആ കഥ പറഞ്ഞോന്ന് എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ജെയിംസ് കാമറൂൺ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ റസൽ കാർപ്പൻ്റർ എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ സിനിമ കുറച്ച് ശ്രദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സിനിമയിൽ നിന്നുള്ള കഥ പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ റസൽ കാർപ്പൻ്റർ എന്ന് പറയുന്ന ക്യാമറാമാനും ഇദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല, ഓക്കെ. അപ്പോ അവതാർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ജെയ്ക് സല്ലി എന്ന് പറയുന്ന നായകൻ മറ്റൊരു അന്യഗ്രഹത്തിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയോട് സാദൃശ്യമില്ലാത്ത മറ്റൊരു ഗ്രഹത്തിൽ പോയി അദ്ദേഹം താമസിക്കുകയാണ്. അപ്പോ ഒരു അന്യഗ്രഹ ജീവിയുടെ ലുക്കാണ് ഇതിന്റെ നായകനും നായികയ്ക്കും അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും. അപ്പൊ ഇങ്ങനെ ഒരു നീല പെയിന്റ് അടിച്ച് തിളങ്ങുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. വാലുണ്ട്, അതായത് വാലുള്ള മനുഷ്യരാണ് അവതാറിൽ നമ്മൾ കാണുക. അപ്പൊ ഇങ്ങനെ ഒരു ഏലിയൻസ്, അതായത് അന്യഗ്രഹ ജീവി നമ്മൾ വിളിക്കുന്ന ഏലിയൻ സെറ്റപ്പിലാണ് നമ്മൾ ഈ സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോ ഏറ്റവും
ബുദ്ധിമുട്ട് ഇദ്ദേഹം ഇതിൽ ഉണ്ടായത് ഒരു അന്യഗ്രഹ ജീവി എന്ന് തോന്നുന്ന ഒരു മനുഷ്യന്റെ രൂപമുള്ള ഒരു 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 എന്താ പറയുന്നത്, ഒരു മനുഷ്യനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു അന്യഗ്രഹ ജീവിയുടെ ഒരു ഏലിയന്റെ മുഖത്ത് ചിരി എന്ന് പറയുന്ന വികാരം കൊണ്ടുവരാനാണ് ഏറ്റവും പാടുപെട്ടത്. അല്ലെങ്കിൽ മനോഹരമായി അയാളെ കൊണ്ട് അല്ലെങ്കിൽ ആ നായികയെ കൊണ്ട് ചിരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണെന്ന് അവർ പറയണ്ടേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ചിരിക്കുള്ള ഇമ്പോർട്ടൻസ്. അത് പറയുന്നത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പൊടിഞ്ഞുപോയ സിനിമ എടുത്ത ആളല്ല. ജെയിംസ് ക്യാമറോൺ എന്ന് പറയുന്ന ലോകം മുഴുവൻ ആദരിക്കുന്ന ടൈറ്റാനിക് സംവിധാനം ചെയ്ത നമ്പർ 1 ഡയറക്ടറാണ് പറയുന്നത്. ആ ഒരു വികാരത്തെ, ചിരി എന്ന് പറയുന്ന വികാരത്തെ ഒപ്പിയെടുക്കാനാണ് പാട്. ബാക്ക് ടു ഇന്റർവ്യൂ. അപ്പൊ ജെയിംസ് ക്യാമറോൺ അങ്ങനെ പറയാമെങ്കിൽ, ഹോളിവുഡിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാമെങ്കിൽ, പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ കൊടുക്കുന്ന ഒരു മന്ദസ്മിതമുണ്ട്. ആ മന്ദസ്മിതം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പൊക്കോ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്. കാരണം നമ്മുടെ ചിരി എങ്ങനെയാണെന്ന് നമുക്ക് തന്നെയാണല്ലോ അറിയാവുള്ളൂ. അത് ഒരിക്കലും മൊബൈൽ ഫോൺ ക്യാമറയുടെ മുമ്പിൽ പോയി ചിരിക്കാൻ നിൽക്കരുത്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ചിരിച്ചിട്ട് വേണം പോകാൻ. അത് ആ ചിരി എങ്ങനെയാണ് മറ്റൊരാളെ കാണുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു ചിരി ആ സിറ്റുവേഷനെ ലൈറ്റർ ആക്കും. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ മുന്നിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാൻ. ഒരു കാരണവശാലും ചിരിയില്ലാതെ ചെല്ലരുത്. അതോടൊപ്പം നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ നാളത്തെ സെഷനിൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഉത്തരങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതിന്റെ തിയറിയാണ് പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതിലെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ജോലിക്ക് വില്ലിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനും വളരാനും നിങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു ടോൺ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതെന്താണെന്നറിയാം, ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഒരു 100-99 ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെന്നിട്ട് എന്ന് പറയും, ഞാൻ ഇന്ന ആളാണ്, ഇന്നിടത്തുനിന്ന് വരുന്നു, കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇന്നിടത്താണ് പഠിച്ചത്, എന്റെ പേര് ഇന്നതാണ്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ അങ്ങ് അവസാനിപ്പിക്കും. അതിന്റെ കൂടെ, അതായത് നമ്മൾ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ എറണാകുളം ജില്ലയിൽ നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ് ഞാൻ. ഈ ഒരു എന്താ പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കുന്നു. ഇതെന്റെ ഒരു കരിയറിലെ തന്നെ ഒരു ടേണിംഗ് മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു ത്രെഡ്, ഒരു ഓപ്പണിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ടോക്കിലേക്ക് പോകും. അല്ലാതെ നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചിരിക്കാതെ എന്റെ പേര് ഇന്നതാണ്, എന്ന സ്ഥലത്താണ് വരുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമുക്ക് പേടിയുണ്ടെന്ന്. അതായത് നമ്മളെ ആ കൊടുക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇങ്ങോട്ട് ഒരു പോസിറ്റീവ് ലീഡ്, ഒരു ത്രെഡ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അവിടെ ലൈറ്ററായി, ആ സിറ്റുവേഷൻ അവിടെ ഒരു 50% നിങ്ങൾ തമ്മിൽ ഒരു ജെൽ ആയി എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പോയിട്ട് വളരെ യാന്ത്രികമായിട്ട് റോബോട്ടിക് പെർഫോമൻസ് ഒരു ഇന്റർവ്യൂവറും ഒരിക്കലും നമുക്ക് എന്റർടൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോബോട്ടിക് പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകളോ സാധനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾസോ നമ്മൾ നോക്കുമ്പോൾ റോബോട്ടിക് ആയിട്ട് ഒരിക്കലും പെരുമാറാതിരിക്കുക. ഞാനതാണ് പറഞ്ഞത്, റോബോട്ട് ഒരിക്കലും നമ്മൾ നോക്കി ചിരിക്കില്ല. ചിരിച്ചുകൊണ്ട് വളരെ കൺവെൻഷനൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളോടൊപ്പം ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കോഡിയൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ത്രെഡ് നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ് അത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് ഇരുന്ന ശേഷം നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, അതിപ്പോ നിങ്ങളിപ്പോ ഈ എന്താ പറയുന്നത്, നിങ്ങളെ കൊച്ചു കുട്ടികളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്, ഒരു സ്കൂൾ സെറ്റപ്പിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ അങ്ങനെ ഒരു തൊഴിൽ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലിപ്പോ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോ ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം കുഞ്ഞു കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാം ആൻഡ് കമ്പോസ്ഡ് ആയി ഇരിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോപ്പറായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സിലബസിന്റെ ഭാഗമാണ്. മാത്രമല്ല ഒരു ക്ലാസ് റൂമിനെ പ്രോപ്പറായി ഓർഗനൈസ് ചെയ്യാനുള്ള ഓർഗനൈസേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്
റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, ഡെഡിക്കേഷൻ എന്നുള്ളത്, ഇതൊക്കെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത്തിന്റെ കൂട്ടത്തിലാണ്. ചിലപ്പോൾ അവർ നിങ്ങളോട് എക്സ്പ്ലിസിറ്റ്ലി ചോദിക്കും വാട്ട് ആർ യുവർ സ്ട്രെങ്സ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാട്ട് പാടും, എനിക്ക് വെബ് സീരീസ് ഒറ്റ ഇരിപ്പിൽ കാണാൻ പറ്റും, എനിക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റും, ഞാൻ നന്നായിട്ട് ബീഫും ചിക്കനും ഉണ്ടാക്കും. ഇതൊന്നും അല്ല അവിടെ വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കുറെയൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. എന്ന് കരുതി അവിടെ പോയി ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ഫേക്ക് ചെയ്യണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. എത്ര ഫേക്ക് ചെയ്താലും ഇതൊക്കെ മനസ്സിലാവുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഈ എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ജോബ് ഡിമാൻഡ് ചെയ്യുന്ന സ്ട്രെങ്ത് എന്താണോ അതായിരിക്കും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ പല കാര്യങ്ങളിലും നിങ്ങൾ മിടുക്കനായിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ നീന്താൻ മിടുക്കനായിരിക്കും, നിങ്ങൾ മരം കയറാൻ മിടുക്കനായിരിക്കും. ഇതൊന്നും അല്ല അവർക്ക് വേണ്ടത്. അപ്പോ മോണ്ടിസോറി ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ആണോ വേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുട്ടോ. കാരണം ഇതെന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത്, പലർക്കും പറ്റിയിട്ടുള്ള അവർത്താണ്. പലരുമായി സംസാരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ് ആണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇപ്പൊ ചിലപ്പോ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞ ജോബുകൾ ഉണ്ടല്ലോ, അതായത് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ആ ജോബിന് പോയിട്ട് ഇവന് നെറ്റ്വർക്കിംഗ് വിദഗ്ധനാണ് ഇവൻ. പക്ഷെ ഇവന് വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഇവൻ ഭയങ്കര ട്രിപ്പ് പോകുന്ന ആളാണ്, മൗണ്ടനിയറിങ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇവനോട് പോയിട്ട് ചോദിച്ചപ്പോൾ ഇവന് ഈ നെറ്റ്വർക്കിങ്ങിന്റെ മേഖല വിളിച്ച് ഇവൻ സംസാരിച്ച് ലോകത്തുള്ള സകലമായ സ്കില്ലിനെ പറ്റിയും പറഞ്ഞു. എന്നാൽ ഒരു നെറ്റ്വർക്കിന്റെ മാപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കേബിൾ ലേ ചെയ്യേണ്ടത്, ഒരു പ്രശ്നം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കട്ടായി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ഉദ്ദേശിച്ചത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ. ഇവൻ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നെറ്റ്വർക്കിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. അത് നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ പിന്നെ ഇത്രയും ആളുകൾ നമ്മുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പൊതുവെ AC റൂമുകളിലായിരിക്കും. അപ്പൊ അവിടെ കയറി തണുപ്പും ഈ ഒരു ആ റൂമിന്റെ ഒരു സ്മെല്ലും, ചിലർക്ക് ചില റൂമുകളുടെ സ്മെല്ല് പ്രശ്നമാണ്. ഈ കോൺഫറൻസ് ഹോളൊക്കെ ചിലപ്പോൾ കുറെ ദിവസം തുറക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പൂത്ത സ്മെൽ ഉണ്ടാവും ചില കോൺഫറൻസ് റൂമിൽ. അപ്പൊ ഇതൊക്കെ കൂടി ആകുമ്പോൾ നമ്മളൊരു ഏലിയൻ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത് തോന്നി കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബോധപൂർവമായിട്ട് നിങ്ങളുടെ സ്ട്രെങ്തിനെ പറ്റി സംസാരിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ ജോലി എന്താണോ ആ ജോലിയുടെ സ്ട്രെങ്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി ചോദിച്ചാലും. വീക്ക്നെസ്സിനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ നുണയൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ പറയുമ്പോൾ ഒരു മയത്തി പറയുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ രക്തം കണ്ടാൽ പേടിയുള്ളവൻ ഡോക്ടറോ നേഴ്സാവാൻ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? സാറേ എനിക്ക് രക്തം കണ്ടാൽ പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്ന പരിപാടി. അല്ലെങ്കിൽ എതിരെ ഒരു വണ്ടി വരുമ്പോ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും അവന്റെ പ്രശ്നമുണ്ട്. ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഇടിക്കാൻ വന്നാൽ ഇവൻ സ്റ്റിയറിംഗിൽ നിന്ന് 2 കൈയൊന്ന് വിടും. ഒന്ന് ആലോചിക്കുക, എത്ര നമ്മൾ വളരെ സൂക്ഷിച്ച് കാമാൻ കമ്പോസ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ചിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടി അവന്റെ ഒപ്പം യാത്ര ചെയ്ത എന്റെ വേറൊരു കൂട്ടുകാരൻ ഇവനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇവന്റെ സ്വഭാവം അറിയാം. ഒരു വണ്ടി നമ്മുടെ നേരെ വരുമ്പോ ഇവൻ പേടിച്ചിട്ട് സ്റ്റിയറിംഗിന് കൈയെടുക്കും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്ത് വലിയ അപകടമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവന് അവൻ ഇപ്പൊ ഡ്രൈവിംഗ് ജോലിക്ക് പോകുന്നില്ല, പക്ഷെ അവന്റെ ഒരു പ്രശ്നം അതാണ്. അപ്പൊ അങ്ങനെ അതൊരു വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ അവന്റെ ഒരു ക്യാരക്ടറിന്റെ നെഗറ്റീവ് ഷെയ്ഡാണ് ഈ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയുള്ളവർ ഒരിക്കലും ആ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ജോലിക്ക് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വീക്ക്നെസ്സുകളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധരായിക്കോളൂ, പക്ഷെ നിങ്ങൾക്ക് സേഫ് സോണിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുഴപ്പമുണ്ടാവും. വീക്ക്നെസ്സുകളെ പറ്റി നിങ്ങൾ സംസാരിച്ചുകൊള്ളൂ, പക്ഷെ അത് സേഫ് സോണിൽ നിന്നുകൊണ്ടാവണം. ഒരിക്കലും നിങ്ങൾ കൊള്ളരുതാത്തവനാണ് അല്ലെങ്കിൽ കൊള്ളരുതാത്തവളാണ്, ഈ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ല എന്നൊരു ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വീക്ക്നെസ്സിനെ പറ്റി സംസാരിക്കുക. അതോടൊപ്പം എനിക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ട്, പക്ഷെ ഐ വിൽ ഇംപ്രൂവ്, ഐ വിൽ ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ദാറ്റ്, ഐ വിൽ ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് ടു ഓവർകം ദാറ്റ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അതിന്റെ കൂടെ ചേർക്കണം. ഇപ്പോ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തരും. ഇപ്പൊ ക്ലാസ്സിൽ 2 കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി വേറെ കുട്ടിയെ കടിച്ചു. ഇങ്ങനൊരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക? പേരൻസ് ആകെ അജിറ്റേറ്റഡ് ആണ്, അവർ സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടിനെ നിങ്ങൾ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, അവർ ഓണസ്റ്റി അപ്രൂവ് ചെയ്യും. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് പ്രശ്നമാവും, ഞാൻ പിന്നെ 2 ദിവസം ലീവ് എടുക്കും, പിന്നെ ആ വഴിക്ക് വരില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചോണ്ടേ പിന്നെ സ്കൂളിൽ പോകുള്ളൂ എന്നുള്ള രീതിയിലേക്കൊന്നും നിങ്ങൾ വർത്തമാനം പറയാൻ നിൽക്കരുത്. എനിക്ക് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ സാർ ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു ഓവർകം ദാറ്റ് വീക്ക്നെസ്, അല്ലെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഓവർകം ദാറ്റ്
തിങ് എന്നുള്ളത് നിങ്ങൾ ആ വീക്ക്നെസ്സുകൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ പറഞ്ഞ് നിർത്താവുള്ളൂ. വീക്ക്നെസ്സിനെ പറ്റി അവർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ആദ്യമായിട്ട് ആളുകൾ കാണുന്നവരല്ല, അവർ ഇത് വർഷങ്ങളായി ചെയ്യുന്ന പരിപാടിയാണ്. മാത്രമല്ല ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഉണ്ടാവും. ഈ പ്രിൻസിപ്പൽമാരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അവർ പലതരം ടീച്ചർമാരെയും കുട്ടികളെയും ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവിടെയൊക്കെ ചെന്നിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ മുന്നിലിരിക്കുന്നത്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഇന്റർവ്യൂ ബോർഡ്. അത് അതിൽ 1-2 പേര് വിവരമില്ലാത്തവരുണ്ടെങ്കിലും 2-3 പേര് എന്തായാലും അതുപോലെ തന്നെ വിവരമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. എപ്പോഴൊക്കെ നിങ്ങൾ വീക്ക്നെസ്സിനെ പറ്റി സംസാരിക്കുന്നത് ഇന്റർവ്യൂ ബോർഡിന്റെ ടെക്നിക്കാണ്. അതിനെ വീക്ക്നെസ്സിനെ നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് പറയാണ്, എൻഡിന്റെ പോസിറ്റീവ് നോട്ട്സ് അതിന് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നിർത്താവുള്ളൂ. ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് നിങ്ങളെ പറ്റി അവരുടെ മനസ്സിൽ അത് ചെയ്യിക്കുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, അതായത് ഏകദേശം ഇപ്പൊ നാളെ നമ്മൾ 10-50ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. അതായത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ തിരിച്ച് ആ മറുപടി കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഇംഗ്ലീഷിലാണെങ്കിൽ അത്രയും നല്ലത്. ഇംഗ്ലീഷ് ആയിരിക്കും. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഒരുപാടുള്ളത് കൊണ്ട് വിദേശ ഇന്റർവ്യൂകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് നേരം നമ്മളിപ്പോൾ പണ്ട് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് നമ്മൾ ഉരുവിട്ട് പഠിക്കുമല്ലോ, അതുപോലെ നമ്മളൊരു 10-15 തവണ നമ്മളത് പറയുമ്പോൾ അതേ ചോദ്യം ചോദിക്കുമെന്നല്ല, പക്ഷെ ചോദിച്ചാൽ നമുക്ക് അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വീട്ടിൽ തന്നെ അങ്ങനെ ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അപ്പിയറൻസ് എന്നുള്ളത്, വസ്ത്രം എന്നുള്ളത്. അത് വസ്ത്രത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഗൂഗിൾ പോലുള്ള ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവിടെ വസ്ത്രം എന്നുള്ളത് പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു നിക്കറോ ഒരു 3x4 എന്ത് വേണമെങ്കിലും ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോവാം. അവർ നോക്കുന്നത് ആൾക്ക് പണി അറിയാവോ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ നിങ്ങൾ നിൽക്കുന്നത് ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ടും അത് ഓരോ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഓരോ ജോബ് ഏരിയയും ഡിമാൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പക്ഷെ അങ്ങനെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സാധനം ഇട്ടൊന്നും നിങ്ങൾക്ക് സ്കൂളിലേക്ക് ചെല്ലാൻ പറ്റില്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ഉണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട്. അതേപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഡ്രസ് കോഡുള്ള യൂണിഫോം ഉള്ള ഒരു ജോലിക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ പോകുന്ന ഇന്റർവ്യൂവിലും നിങ്ങൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും എന്ന് കരുതി സാരി ഉടുക്കാൻ അറിയില്ലാത്ത ആള് അന്നത്തെ ദിവസം രാവിലെ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി അല്ലെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയെ കൊണ്ട് സാരി ഉടുപ്പിച്ച് കുറെ പിന്നുകളും കുത്തി ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയാതെ തട്ടിത്തടഞ്ഞ് പോവാം എന്നല്ല പറയുന്നത്. സാരി ഉടുക്കുന്ന ലോകത്ത് ഒരു ഇന്റർവ്യൂയോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ ചില വസ്ത്രവ്യാപാര ഷോറൂമുകളിലൊക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ആ ജോബിൽ ചിലപ്പോൾ സാരി ഉടുക്കാൻ അറിയാവുന്നവർ ചോദിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ബ്യൂട്ടി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് ചോദിച്ചെന്നിരിക്കും. ഇപ്പൊ അങ്ങനെ ടീച്ചർമാരെല്ലാവരും സാരി എടുത്തുകൊണ്ട് വന്നെന്ന് പറയുന്ന എന്റെ അറിവിൽ അങ്ങനെ സാരി നിർബന്ധമാക്കിയിട്ടുള്ള യൂണിഫോം എല്ലാവരും ഇപ്പോൾ ഓവർകോട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ ഏത് വസ്ത്രത്തിലാണോ കംഫർട്ട് അതിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾ അവതരിപ്പിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്കുള്ള വെളുപ്പോ അല്ലെങ്കിൽ നിങ്ങൾ വെളുത്ത ആളോ ഇരുണ്ട നിറമുള്ള ആളോ കറുത്ത ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പോ നിങ്ങളുടെ മുടിയുടെ നീളോ ഇതൊന്നുമല്ല പറയുന്നത്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മളെല്ലാവരും പലവിധ മുഖങ്ങളുള്ള പലവിധ ശരീരഘടനകളുള്ള ആളുകളാണ്. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, നീറ്റായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചിലപ്പോ ഈ ഭയങ്കര ഇടിവെട്ട് കളറൊക്കെ ഉണ്ടാവും, കടും ചുവപ്പ് അല്ലെങ്കിൽ ഇടിവെട്ട് മഞ്ഞ, അങ്ങനത്തെ കുറെ കളറുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കണ്ണിന് ആലോചന ഉണ്ടാകും. അതുപോലെ തന്നെ ചിലർക്ക് ചില സ്ട്രൈപ്പുകളുള്ള ചില വരകളുള്ള ചില ഡിസൈനുകൾ നമുക്ക് അതിനകത്തേക്ക് നോക്കുമ്പോൾ നോക്കുന്ന ആളുടെ കണ്ണ് തന്നെ ഇങ്ങനെ ഒരു പസിലായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആളുകൾ പറയും ഇതെന്താ സാറേ ഇതിട്ടിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. അതായത് ബ്ലാക്കിൽ ഇങ്ങനെ അടുപ്പിച്ചുള്ള കറുത്ത വരകളാണ്. അപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വരകൾ ഇങ്ങനെ 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 സിക്സ് ആക്ക് പാറ്റേണിൽ പോകുന്ന പോലെ തോന്നും. അപ്പൊ നോക്കുന്നവന്റെ കണ്ണിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെല്ലുമ്പോൾ ഉണ്ടാവരുത്. അതിനപ്പുറത്തേക്ക് വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതായത് ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഏത് ഡ്രസ്സ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യം
നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് മേക്കപ്പും ലോകത്തുള്ള മുഴുവൻ ലിപ്സ്റ്റിക്കും വാരി തേച്ചുകൊണ്ട് പോകണം എന്നല്ല. അതിനുവേണ്ടി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 10,000 രൂപ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് കൊടുക്കണം എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തുറന്നു പറയാണ്, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഏറ്റവും മനോഹരമായി നിങ്ങളെ എങ്ങനെ എലഗന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. അല്ലാതെ വില കൂടിയ ആക്സസറീസിലോ ഏറ്റവും വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലോ അല്ല നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് എന്നുകൂടി അതിന്റെ കൂട്ടത്തിൽ പറയാണ്. പിന്നെ ഉള്ളത്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആളാരാണോ അയാളോടായിരിക്കണം നിങ്ങളുടെ ഐ കോണ്ടാക്ട് ഫസ്റ്റ് പോകേണ്ടത്. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ളവരെയും നോക്കണം. അത് വളരെ പ്രൊഫഷണലായി നിങ്ങൾ ചെയ്യേണ്ട ഒരു എറ്റിക്വറ്റ് ആണ്. അത് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾ അത് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് അവിടെ ചെന്നിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ചോദ്യം ചോദിക്കുന്ന ആളാരാണോ അയാളെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ മറുപടി തുടങ്ങേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ളവരുടെ മുഖത്തേക്കും നിങ്ങൾ നോക്കിയിട്ട് വേണം മറുപടി പറയാൻ. കാരണം ചോദ്യം ചോദിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ് ആണ്, ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ അല്ല. ആ ഇന്റർവ്യൂ ബോർഡിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതിലുള്ള ഒരു പാനലിസ്റ്റ് ചോദ്യം ചോദിക്കുന്നത്. അയാളെ നോക്കിക്കൊണ്ട് ചോദ്യം ചോദിക്കുന്ന സാർ ആരാണോ മാഡം ആരാണോ അവര് കണ്ണിൽ നോക്കിക്കൊണ്ട് തുടങ്ങുക. കുറച്ച് ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ളവരെയും ഒന്ന് നോക്കി എല്ലാവരെയും ഞാൻ പരിഗണിക്കുന്നു എന്നുള്ളൊരു സാധനം. ഐ കോണ്ടാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു കാരണവശാലും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന കാര്യമല്ല. ചിലര് പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം സ്റ്റേജിൽ നിന്നിട്ട് ഒരു സൈഡിലേക്ക് മാത്രമേ നോക്കുള്ളൂ. എന്റെ ഓഫീസിലൊക്കെ ചില മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്റെ തന്നെ മേലുദ്യോഗസ്ഥർ സംസാരിക്കുന്ന കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. അവര് പോഡിയം മിക്കവാറും ഏതെങ്കിലും ഒരു സൈഡിൽ, ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും ഇട്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആ സൈഡിലുള്ള ആളുകളെ മാത്രം. ഒരിക്കലും ഒരു സാറ് വിവരാവകാശത്തെ പറ്റി, റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിനെ പറ്റി ക്ലാസ് എടുത്തു. 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. 1.5 മണിക്കൂറും ഈ മനുഷ്യനാകെ 5-6 പേരെയാണ് ആ സദസ്സിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. 100ഓളം പേര് ഇരിക്കുന്ന സദസ്സിൽ പുള്ളി നിൽക്കുന്ന ആ തൊട്ട് ഫ്രണ്ടിലുള്ള പുള്ളിയുടെ നേരെ ഇരിക്കുന്ന കുറച്ച് ആളുകളെ അല്ലാതെ ഒരാളെ പോലും പുള്ളി ഫോക്കസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് പരാജയപ്പെട്ടു. ക്ലാസ്സിൽ പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ആ ക്ലാസ് പരാജയപ്പെടാൻ കാരണം ഐ കോണ്ടാക്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ കോണ്ടാക്ട് നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അൺനെസസറി ആയിട്ടുള്ള എന്താ പറയുന്നത്, ഇപ്പൊ ചിലര്, ഇപ്പോ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന അൺനെസസറി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചിലരിങ്ങനെ ഉള്ളത് ഇങ്ങനെ ഒരു സെൻസ് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് തൊണ്ട ഒന്നാക്കും. അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്നല്ല, പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു തവണയ്ക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ എന്നുള്ളൊരു സാധനം കേൾപ്പിക്കുക, അല്ലെങ്കിൽ ചില ലിപ് മൂവ്മെന്റ്സ് ഉണ്ട് ചിലർക്ക്, അത് അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുക. ചിലർ വെറുതെ ഇങ്ങനെ മൂക്കിൽ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ തൊട്ടുകൊണ്ടിരിക്കും. ചിലർക്ക് അങ്ങനെ പറഞ്ഞാലേ അടുത്ത പോയിന്റ് വരുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള ചിലരിങ്ങനെ തലയിൽ ഇങ്ങനെ ഓ സാർ അത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാം അത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു പോസ്റ്ററാണ് ചിലരുടെ ഈ നെറ്റിയിൽ ഇങ്ങനെ തടവുക എന്നുള്ളത്, ഇങ്ങനെ ചിന്തിക്കാന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാന്നുള്ളത്. അങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെയ്യാതിരിക്കുക. അത് പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശീലങ്ങളാണ്. നമ്മൾ വർഷങ്ങളായി നമ്മൾ അനുവർത്തിച്ച് പോരുന്ന ശീലമായതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ ബോധപൂർവമായി നമ്മൾ അതിന് പ്രാക്ടീസ് എടുത്താൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ഫില്ലർ വേർഡുകളുണ്ട്. ചിലര് സോ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, സോ സോ സോ, അല്ലെങ്കിൽ ലൈക്ക് 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 എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പൊ ചിലർ എന്ത് പറഞ്ഞാലും യുനോ എന്നുള്ള യുനോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. സാർ യുനോ ദാറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ് സാർ യുനോ. ഈ യുനോ അല്ലെങ്കിൽ ലൈക്ക്, സോ എന്നൊക്കെ പറഞ്ഞ കുറെ ഫില്ലർ വേർഡുകളുണ്ട്. അതും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളി പോഷ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളാണ് ഈ യുനോ, ലൈക്ക്, സോ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥ ഇംഗ്ലീഷുകാരൻ അത് അവന്റെ ഉപയോഗിക്കില്ല എന്നല്ല, ഉപയോഗിച്ചാലും ഇത്ര ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫില്ലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ട്, അതൊരിക്കലും ഇന്റർവ്യൂ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ഭാഷയ്ക്ക് ഉറപ്പില്ലാത്തപ്പോ, അല്ലെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് പറയണമെന്നറിയാത്തപ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആശയ ദാരിദ്ര്യം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫില്ലർ വേർഡ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ചു എന്ന് കരുതി കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു 2 മിനിറ്റ് സംസാരിക്കുന്നതിനിടയ്ക്ക് യൂനോയും ലൈക്കും സോയും എൻ്റെ ഒരു കൂട്ടുകാരിയെ പറ്റി പറയുന്നൊരു കാര്യം, അവൻ ഇപ്പോഴും അവന് കാനഡയിലാണ്. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ പറ്റി, പൊതുവേ നമ്മൾ കുശുമ്പുറ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണല്ലോ, എന്നെ ഓരോരുത്തരെ പറ്റി സംസാരിക്കുമ്പോൾ, എടാ അവള് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ആക്ച്വലി സോറി ഞാൻ വിട്ടുപോയി, സുമയ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒരു പ്രശ്നമാണ്.
ഈ എന്റെ കൂട്ടുകാരി ഇത് തന്നെ പറയും, ആക്ച്വലി യൂനോ എന്നുള്ള സാധനമാണ്. അപ്പൊ അവള് പറയും, എടാ അവള് 10 സെന്റൻസ് പറയുമെങ്കിൽ അതിലൊരു 100 തവണയെങ്കിലും ഈ ആക്ച്വലി യൂനോയിൽ നമ്മൾ കയറ്റും. അല്ല അവള് അതിലിങ്ങനെ അത് അവൾ ആഡ് ചെയ്യും, അതിലിങ്ങനെ കയറ്റി പറയുമെന്ന് അവളിങ്ങനെ പറയും, അവരിങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഓർത്തു പോയതാണ്. അപ്പൊ ആക്ച്വലി യുനോ എന്നുള്ള സാധനം ഉണ്ട്, അത് അങ്ങനെ അത്ര നല്ല ആക്ച്വലി യുനോ അത് ശരിയല്ല. അത് നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോ അടുത്ത് നമുക്ക് എന്ത് പറയണമെന്ന് അറിയാത്തപ്പോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അടുത്ത ആശയം എന്ത് കൺവേ ആണെന്ന് അറിയാത്തപ്പോഴാണ് നമ്മൾ ഈ ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കുന്നത്. അത് ദയവ് ചെയ്ത് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഷ കറക്റ്റ് ആവും, നമ്മൾക്ക് കോൺഫിഡൻസ് കൂടും. യുനോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എടുക്കുന്ന ഒരു 2 സെക്കൻഡ് പോസ് ഉണ്ട്. ആ പോസ് എന്താ, നമ്മൾ ആലോചിക്കുകയാണ് ഇവനെ എങ്ങനെ അടുത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ള ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, മെയിൻറ്റെയിൻ ചെയ്യുക റെസ്പെക്ട്ഫുൾ ടോൺ എന്നുള്ളത് എല്ലാ ഇന്റർവ്യൂ ബോർഡിനും ഇല്ല. നിങ്ങൾ പിന്നെ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയി ആരും ഇന്റർവ്യൂ ബോർഡിന് ചീത്ത പറയാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടോൺ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ അതുകൂടി പറയട്ടെ, ഓൺലൈൻ ഇന്റർവ്യൂസ് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ടീച്ചേഴ്സ്, ഇപ്പോൾ അറിയില്ല ജോലിയുടെ അറിയാം, നിങ്ങൾക്ക് പലർക്കും ഓൺലൈൻ ആയിട്ടുള്ള ഇന്റർവ്യൂ ബോർഡായിരിക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് നിങ്ങളുടെ മൈക്രോഫോണും ക്യാമറയും പ്രോപ്പറായി കാലിബ്രേറ്റഡ് ആണ് എന്ന് കുറച്ചു നേരം മുമ്പെങ്കിലും ചെക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ട് അതിനകത്ത് കയറി ക്യാമറയിലും മൈക്രോഫോണിലും പണിയാൻ നിൽക്കരുത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്റെ ഓഫീസിലൊക്കെ പല ഇമ്പോർട്ടന്റ് മീറ്റിങ്ങും, ചിലപ്പോൾ സർക്കാരിന്റെ പ്രതിനിധികളൊക്കെ നേരിട്ട് വിളിക്കുന്ന മീറ്റിംഗ് ആയിരിക്കും. നമ്മള് തലേ ദിവസം തന്നെ അവിടുത്തെ ടെക്നീഷ്യനോട് പറയും, അവന് പിന്നെ തിരക്കായതുകൊണ്ട് അവൻ സമയത്തിന് വരില്ല. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോണിന്റെ മൈക്ക് പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുണ്ടാക്കുന്ന ടെൻഷനും സ്ട്രെസ്സും നമുക്ക് ചെറുതല്ല. നമ്മൾ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയാലും ആ ഒരു കാര്യത്തിൽ നമ്മുടെ സകലമാന എനർജിയും പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ എത്ര നന്നായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. അതിന് എപ്പോൾ വേണമെങ്കിൽ അതിന്റെ സെറ്റിംഗ്സ് മാറാം. നമ്മുടെ കൈ ഒന്നും അറിയാതെ തട്ടിയാൽ പോലും സെറ്റിംഗ്സ് മാറാം. നിങ്ങളുടെ മൈക്രോഫോൺ പ്രോപ്പർലി കാലിബ്രേറ്റഡ് ആണ്, നിങ്ങളുടെ ക്യാമറ പ്രോപ്പർലി കാലിബ്രേറ്റഡ് ആണ്, അതോടൊപ്പം തന്നെ യു ആർ അവൈലിംഗ് എ ഗുഡ് കണക്ഷൻ. കഴിവതും നിങ്ങൾ വൈഫൈയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫോൺ ഡാറ്റ നമ്മൾ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ വൈഫൈ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ ഉള്ള സുഹൃത്തിന്റെ വീട്ടിലോ, വൈഫൈ ഉണ്ടായിട്ട് കാര്യമില്ല, കറണ്ട് പോകില്ല എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ UPS ബാക്കപ്പ് ഉള്ള വൈഫൈയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിലും, ഞാനിപ്പോ എന്റെ ഫോണിലും ഈ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങാനും വൈഫൈയിലാണ് ഞാൻ ലാപ്ടോപ്പിൽ സംസാരിക്കുന്നത്, എങ്ങാനും ഇത് കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുഷിലാവും. അപ്പൊ അതുകൊണ്ട് അതിന് നിങ്ങൾ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ നോക്കി അറിയാം, 2 ഷാരോണിങ് വിവരം കാണാം. ഒന്ന് എന്റെ ലാപ്ടോപ്പിൽ നിന്നും ഒന്ന് എന്റെ ഫോണിൽ നിന്നുമാണ്. അപ്പൊ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഗുഡ് ക്വാളിറ്റി കണക്ഷൻ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും. വിദേശത്തൊക്കെ ഇരുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ക്രീൻ ആകെ ബ്ലറായി, നമ്മൾ പറയുന്ന സാധനം പകുതി കേട്ടു പകുതി കേട്ടില്ല, വീണ്ടും അവരെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിക്കുക, പിന്നെ അതിനെ നമ്മൾ ടെൻഷൻ അടിച്ച് ഉത്തരം പറയുക, ഇതിലേക്ക് ഒന്നും പോവാതിരിക്കുക. ഓൺലൈൻ ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു ഡിവൈസ് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡിവൈസ് നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ കടം മേടിച്ച് അതിൽ വർക്ക് ചെയ്താലും പ്രശ്നമില്ല. പ്രോപ്പർ ആയിരിക്കണം. ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറയുന്ന സാധനം കൊണ്ട് നമുക്ക് കിട്ടേണ്ട മാർക്കോ നമ്മൾക്ക് ഉണ്ടാകേണ്ട കോൺഫിഡൻസോ കളയേണ്ട കാര്യം ഉണ്ടാവാതിരിക്കുക. അതോടൊപ്പം തന്നെ നൈസ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. പലർക്കും നിങ്ങൾ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ ഫ്രെയിമിൽ വന്ന് അടച്ചിട്ട മുറിയിൽ ഇരുന്ന് എപ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾ ക്ലോസ് ചെയ്യാതിരിക്കുക. ചിലരുടെ വീട്ടിൽ പശു അതുപോലെയുള്ള കോഴി ഒക്കെ ഉണ്ടാവും. ഈ കോഴി കൂവുന്നത് പല ഇന്റർവ്യൂവിനും ഭയങ്കര പ്രശ്നമാണ്. ഇത് തമാശയായിട്ട് തോന്നും. നിങ്ങൾ പുറത്തിറങ്ങി നിന്ന് ഒരു കാര്യം ചെയ്തു നോക്കുക, ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് കോഴി കൂവുന്നതായിരിക്കും, അല്ലെങ്കിൽ കാക്ക കരയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ശബ്ദം ഇങ്ങനെ കരകരാന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് നമുക്കൊക്കെ പറ്റുന്ന ചില അബദ്ധങ്ങളാണ്. കോഴി കൂവുന്നത്, പശു കരയുന്നത്, കാക്ക കരയുന്നത്, പട്ടി കുരയ്ക്കുന്നത്, പട്ടിയുള്ള വീടുകളാണെങ്കിൽ, പൂച്ചയുള്ള വീടുകളാണെങ്കിൽ പൂച്ച കരയുന്നത്, ഇതൊക്കെ ഡിസ്റ്റർബ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് നിങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് 15 മിനിറ്റ് സമയമുള്ളൂ, പറയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, നമ്മുടെ ഡെസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു, തിരിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു, കറക്റ്റ് ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യത്തെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് ആയിട്ട് ഈ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്.
നമ്മൾ പലപ്പോഴും ചെയ്യാത്ത ഒരു കാര്യമാണ്. അതായത് പകുതി കേട്ടിട്ട് നമ്മൾ ഉത്തരം തുടങ്ങും. അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എനിക്ക് അറിയാവുന്ന സാധനമാണല്ലോ, ഇനിയിപ്പോ ബാക്കി കേൾക്കണ്ടല്ലോ എന്ന് കരുതി നമുക്ക് അങ്ങോട്ട് നമ്മുടെ പാണ്ഡിത്യം വെളിവാക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരിക്കലും അത് ചെയ്യരുത്. ചോദ്യം പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം തുടങ്ങുക. ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂട്ടുകാരിനോട് ബേസിക്സ് ചോദിച്ചിട്ട് അവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ചെന്ന് പെടരുത്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡ് ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ 30ാമത്തെ ആളായിട്ടാണ് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെല്ലുന്നതായിരിക്കും. നമുക്ക് മുമ്പ് 29 പേരും ഇന്റർവ്യൂ ചെയ്തിരിക്കട്ടെ. ഇവര് അപ്പൊ തോന്നുവാണ് 29 പേരോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു, ഇയാളോട് വേറൊരു ചോദ്യം ചോദിച്ചേക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് കരുതുക. അപ്പോ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അതിനെ ഒന്ന് മാറ്റി ചോദിച്ചേക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവർ തുടങ്ങുന്നത്. അപ്പൊ നമ്മളെന്താണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നവനൊക്കെ നമ്മളോട് പറയും, ഇന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മുൻധാരണയോടുകൂടി നമ്മൾ ആ ചോദ്യത്തെ ഒരിക്കലും നമ്മൾ ലാഘവബുദ്ധിയോടെ എടുക്കാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുമായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായി അവതരിപ്പിക്കാമായിരുന്ന ഒരു കാര്യം കൊണ്ടുപോയി കുളമാക്കാൻ നിങ്ങളുടെ ഈ ഹാഫ് ലിസണിങ് അല്ലെങ്കിൽ പാർഷ്യൽ ലിസണിങ് എന്ന് പറയുന്ന കാര്യത്തിന് പറ്റും. അതുകൊണ്ട് ചോദ്യം വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം കാര്യം, ആ സമയത്ത് പുറത്ത് നമ്മുടെ ഉള്ളിലൂടെ പല ടെൻഷനും, ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രാക്ടീസ് കൊണ്ട് ടെൻഷനൊക്കെ മാറുള്ളൂ, അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഈ ചോദ്യം നിങ്ങൾ വ്യക്തമായി കേൾക്കുക എന്നുള്ളത് ഇന്റർവ്യൂ പ്രക്രിയയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ആ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് നമ്മുടെ മനസ്സിൽ ഫ്രെയിം ചെയ്ത് വരുന്നുണ്ടാവും. അത് അപ്പോൾ തന്നെ കയറി പറയാൻ നിൽക്കരുത്. ആ ആൻസറിനെ ചോദ്യം പൂർണ്ണമായി കേട്ടാൽ മാത്രമേ എങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഒരിക്കൽ കൂടി പറയാണ്, ചോദ്യം തുടങ്ങുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലുള്ള ഉത്തരം പറഞ്ഞാൽ കൊള്ളാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങാൻ ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ആ ഉത്തരത്തെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത് എന്ന് അവിടെ ചിലപ്പോ യെസ് എന്നുള്ളൊരു ഉത്തരത്തെ നോ ആക്കാനോ, നോ എന്നുള്ള ഒരു ഉത്തരത്തെ എസ് ആക്കാനോ ഒരു ചോദ്യത്തിന് പറ്റും, ചോദിക്കുന്ന രീതി വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രമേ, പ്രത്യേകിച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, ഇനിയിപ്പോ ടഫായിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ പറയുന്നതുകൊണ്ട് യാതൊരു തടസ്സമില്ല. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയത് എറണാകുളം സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് മീറ്റ് ദ പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രസംഗ മത്സരത്തിനും ഡിബേറ്റിനൊക്കെ പങ്കെടുക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, അതായത് മീറ്റ് ദ പ്രസ്സിനെ മീറ്റ് ചെയ്തുകൊണ്ട് ഒരു ആള് സംസാരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണത്. അപ്പൊ നമ്മളെ ഒരു പ്രസ് നമ്മുടെ മുന്നിൽ പത്രക്കാർ ഇരിക്കുന്ന പോലെ ജഡ്ജിമാരിൽ വന്നിരിക്കും, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ കോളേജിന്റെ ഓഡിറ്റോറിയം ഒരു വലിയ ഓഡിറ്റോറിയമാണ്. സേക്രഡ് ഹാർട്ട് കോളേജിന്റെ പോയിട്ടുള്ള നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് തന്നിരുന്ന പേഴ്സൺ എന്ന് പറഞ്ഞാൽ കെ എം മാണി സാറാണ്. കേരളത്തിന്റെ അനിഷേധനായ രാഷ്ട്രീയ നേതാവായിരുന്ന കെ എം മാണിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ കെ എം മാണിയെ പോയി ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം ശബ്ദം എടുക്കുക, മിമിക്രി അല്ല പരിപാടി. കെ എം മാണിയാണ് നമ്മളെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം പറയണം. നമ്മുടെ ശൈലിയിൽ നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് ഫസ്റ്റ് കിട്ടേണ്ടിയിരുന്ന ഒരു പരിപാടിയായിരുന്നു അത്. കാരണം ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്, നമുക്ക് കുറച്ച് സമയം തരും. അപ്പൊ അത്യാവശ്യം പത്രമൊക്കെ വായിക്കുന്നതുകൊണ്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറയുമ്പോൾ ആളുകൾ കൈയടിക്കും അവിടെ ഇരുന്നിട്ട്, നമുക്ക് നല്ല ഉത്തരങ്ങളിൽ കൈയടിക്കും. അപ്പൊ ഈ 10,000 പിള്ളേരിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നുകൊണ്ട് പിള്ളേർ കൈയടിച്ചപ്പോ എന്നോട് ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചൊരു ചോദ്യം, ഈവൻ നല്ല മൈക്ക് സിസ്റ്റം ആണെങ്കിലും എനിക്കത് വ്യക്തത ഉണ്ടായില്ല, ക്ലാരിറ്റി ഉണ്ടായില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ കെ എം മാണി ആയതുകൊണ്ട്, അന്ന് കുറെ വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട്, കെ എം മാണി പത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് കറക്റ്റ് കേട്ടില്ല, അതിന്റെ കുറച്ച് കാര്യങ്ങളെ ഞാൻ കേട്ടോളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന കാര്യത്തെ പറ്റിയിട്ടായിരിക്കും ഈ വേർഡ്സ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ, അപ്പോ ഇതായിരിക്കും ചോദിച്ചതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറുപടി പറയുകയും സാസിൽ നിന്ന് വലിയൊരു കൂര കേൾക്കുകയും ചെയ്തു. ആളുകൾ എന്നെ കളിയാക്കി. കാരണം ഇയാൾ ഏത് മനുഷ്യനാണോ ഇങ്ങനെയാണോ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതെന്നുള്ള രീതിയിൽ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 5 ചോദ്യങ്ങളാണ് ചോദിക്കുക. 4 ചോദ്യത്തിന് ഞാൻ വളരെ ഗംഭീരമായി മറുപടി പറഞ്ഞു. അപ്പൊ 5ാമത്തെ ചോദ്യം സ്വാഭാവികമായിട്ട് ഇതായിരിക്കും എന്നുള്ളതിന്റെ മുൻധാരണ, ആ ചോദ്യം ഞാൻ കൃത്യമായി കേട്ടില്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടേണ്ട എനിക്ക് അവിടെ തേർഡ് പ്ലേസ് ആയിപ്പോയി. അപ്പൊ അതെനിക്കൊരു സങ്കടകരമായ കാര്യമാണ് എന്റെ ലൈഫിൽ ഇപ്പോൾ ആലോചിക്കും. അതുകൊണ്ട് വ്യക്തമായി കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അവരോട് ഒരു താങ്ക് യു പറയാൻ നിങ്ങൾ ഒരിക്കലും വെറുതെ ആ ഇന്റർവ്യൂ കഴിഞ്ഞു ഓക്കെ ഇമെയിൽ എന്ന് പറയുമ്പോൾ ചുമ്മാ എഴുന്നേറ്റ് ആ ഫയൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പോക്ക് പോരരുത്. ഒരു താങ്ക് യു പറയുക.
വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുവരിക. ഇന്റർവ്യൂ കഴിഞ്ഞു, രക്ഷപ്പെട്ടു, എങ്ങനെയും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഒറ്റ എഴുന്നേറ്റിട്ട് ഒരൊറ്റ നടത്തം അങ്ങ് തിരിഞ്ഞ് നടക്കരുത്. അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാവുക. താങ്ക് ദം. നമ്മൾ ഇന്റർവ്യൂ ചെയ്തതിന് എല്ലാവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച്, നമ്മൾ എങ്ങനെയാണോ ചെന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ ഗ്രീറ്റ് ചെയ്തത്, ഗുഡ് മോർണിംഗ് പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്ത് പോരാൻ ശ്രമിക്കുക. ഒരു താങ്ക് യു പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ തിരിച്ചു പോരുക. ചിലപ്പോൾ നമ്മൾ ഈ ടെൻഷനിടയിൽ നമ്മളത് പറയാൻ വിട്ടുപോകും, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആയിട്ടുള്ള പോയിന്റുകൾ ആഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് പ്രാക്ടീസിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെല്ലുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് അതുപോലൊപ്പം തന്നെ നമ്മൾ താങ്ക് യു പറഞ്ഞ് എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട്, ഈ കസേരയൊക്കെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇങ്ങനെ തള്ളി പുറകോട്ടിരുന്ന ആ റൂമിൽ കരകരാന്നുള്ള ഒച്ചയൊന്നും കേൾപ്പിക്കരുത്. കസേരയിൽ നിന്ന് എഴുന്നേറ്റിന് ശേഷം മാത്രം വളരെ പൊളൈറ്റ് ആയിട്ട് ആ കസേര മാറ്റേണ്ടതുണ്ടെങ്കിൽ, സാധാരണ കസേര ഒരു ഇന്റർവ്യൂ ബോർഡ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള പൊസിഷനിലായിരിക്കും. പിന്നെ നമുക്ക് മുന്നേ പോയവരും അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നിൽ ഇരുന്ന ആളും ചിലപ്പോൾ അത് അങ്ങോട്ടും കൂടെ നീക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കസേരയൊക്കെ നീക്കുമ്പോൾ എഴുന്നേറ്റിട്ട് നമ്മുടെ സ്ഥിര സ്വഭാവമുണ്ട്, നമ്മുടെ കാലുകൊണ്ട് തന്നെ, നമ്മുടെ ബാക്ക് കൊണ്ട് തന്നെ കസേര തള്ളി മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. താങ്ക് യു പറഞ്ഞ് എഴുന്നേറ്റിട്ട് പതുക്കെ മാറ്റേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ കസേര പതുക്കെ അങ്ങ് നീക്കുക. അത് വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ, അവർ അലോസരപ്പെടുത്താതെ പ്രൊഫഷണലി നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അത് എറ്റിക്കറ്റ്സ് എന്ന് പറയുന്ന സാധനം അത് ബോധപൂർവമായി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഉടനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പ് ചെന്നിരിക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റി നമ്മൾ അധികം നെഗറ്റീവ്സ് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പൊതുവെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങളിത് എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? സാർ ഇതിന്റെ 5ാമത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ എന്തുകൊണ്ട് കഴിഞ്ഞ 4 ഇന്റർവ്യൂവിലും ഇങ്ങനെ നിങ്ങൾക്ക്, ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായിരിക്കില്ല, അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ ബോർഡിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രശ്നമായിരിക്കും. ആ സ്ഥാപനത്തിന്റെ വാല്യൂസും മോട്ടീവ്സും ഒക്കെ നമ്മളുമായി അലൈൻ ചെയ്ത് പോകാത്തതിന്റെ പ്രശ്നത്തിനായിരിക്കും നമുക്ക് പക്ഷെ ആ ജോലി കിട്ടാതിരുന്നത്. അപ്പോൾ നമുക്കതവിടെ പറയാം. പക്ഷെ അത് അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അവരങ്ങനെയാണ് ആ ഇന്റർവ്യൂ ബോർഡ് എന്നോട് അങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ആ സ്കൂളിലെ മാനേജ്മെന്റ് അങ്ങനെയാണ്, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് വിയോജിക്കാം, അല്ലെങ്കിൽ അവരെ നമ്മുടെ പ്രശ്നം കൊണ്ടല്ല ജോലി കിട്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ അവരെ ബോധിപ്പിക്കാം. പക്ഷെ ഒരുപാട് നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കരുത്. എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാതിരിക്കണമെന്നല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. യു ക്യാൻ സ്ട്രോങ്ലി ഡിസെന്റ്, യു ക്യാൻ കൺവേ യുവർ ഡിസഗ്രിമെന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് അയാളെ, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, ഞാൻ 100% പെർഫെക്റ്റ് ആയിരുന്നു, ഉള്ള അവരുടെ പ്രശ്നമാണ്, അവരങ്ങനെയാണ്, അവനിങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, നമ്മൾ സാധാരണ അയൽവക്കത്തൊക്കെ പോയിരുന്ന കുറ്റം പറയില്ലേ, അതുപോലുള്ള രീതിയിൽ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു മോഡേൺ സൊസൈറ്റിയിൽ, ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ, പ്രത്യേകിച്ച് ഇന്റർവ്യൂ എറ്റിക്കറ്റ്സിൽ ഒരിക്കലും ആരും എന്റർടൈൻ ചെയ്യാത്ത, മാർക്ക് ഒരിക്കലും തരാത്ത ഒരു സാധനമാണ് അന്ധമായി ഒരാളെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. മറ്റൊരു കാര്യം കൂടി അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഓവർ കോൺഫിഡൻസ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ, ചിലര് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും, 10 ചോദ്യം ചോദിച്ചു, 10 ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു, പക്ഷെ എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്നുള്ളത്. പലപ്പോഴും ഓവർ കോൺഫിഡൻസിന്റെ പ്രശ്നമായിരിക്കും നമ്മൾ അതിനെ ചൂഴ്ന്നെടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഞാൻ ഇതിന് വലിയ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ് എന്നുള്ള, എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം, ചോദിച്ചതിനൊക്കെ ഞാൻ ചടപടയെന്ന് ഉത്തരം പറഞ്ഞു എന്നുള്ളത്, നിങ്ങൾ മറുപടി കൊടുക്കുന്ന രീതി കാണുമ്പോൾ അറിയാം നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അത് ചില പ്രാസംഗികർ പ്രസംഗിക്കുന്നതായിട്ട് അറിയാലോ, യാതൊരുവിധ പ്രസംഗ ക്വാളിറ്റിയും ഇല്ലാത്ത, ചിലപ്പോ പലപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ നമ്മളിങ്ങനെ ബസ്സിലൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ ബൈക്കൊക്കെ ഓടിച്ച് വരുമ്പോ, ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബ്ലോക്കാണ് വൈകുന്നേരങ്ങളിൽ. പ്രത്യേകിച്ച് കൊട്ടിക്കലാശത്തിന്റെ ഒക്കെ 1-2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മിക്ക ടൗണുകളിലും ബ്ലോക്കാണ്. ചിലവര് നിന്ന് പ്രസംഗിക്കാനായിട്ട് കഴിഞ്ഞാൽ ഇവര് 10-20 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളായിരിക്കും. ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയല്ല. പക്ഷെ ഇവരുടെ സംസാരം കേട്ടാൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചവരും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെയാവും.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നത് അതേ രീതിയിലാണ്. അതായത് ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾക്ക് ഇതൊന്നും നോക്കാനുള്ള രീതിയിലാണ്. പക്ഷേ അതിന് പകരം ഈ കേൾക്കുന്നവനെ കൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ട്, കേൾക്കുന്നവനെ കൂടി പരിഗണിച്ചുകൊണ്ട്, അതായത് നമ്മൾ സിറ്റാഡൽ എന്ന് പറയില്ലേ, അതായത് ഒരു ഒരു ഉയർന്ന രജിസ്റ്റർ പ്ലാറ്റ്ഫോമാണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. അതായത് അധികാരം കയ്യിലുള്ളപ്പോ, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോ, നമുക്കൊരു ഒരു സദസ്സിനെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം സ്റ്റേജിന് താഴെ ഇരിക്കുന്നു, നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ ഈ പ്രസംഗ പരിശീലനം കൊടുക്കുമ്പോൾ പിള്ളേരോട് പലപ്പോഴും പറയാറുണ്ട്. ഈ താഴെ ഇരിക്കുന്ന സദസ്സ് മണ്ടന്മാരായതുകൊണ്ടല്ല നമ്മളെ ഇവിടെ പ്രസംഗിക്കാൻ പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഉയർന്നു നിൽക്കുന്ന രജിസ്റ്റർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയും അവർ താഴെ ഇരിക്കുകയും ചെയ്യുന്നത് നമ്മൾ മിടുക്കരും അവർ മണ്ടന്മാരായതുകൊണ്ടല്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് പാണ്ഡിത്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടുമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും ഓവർ കോൺഫിഡൻസ് ഡിസ്പ്ലേ ചെയ്യരുത്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ വർത്തമാനത്തിലും നമ്മുടെ കണ്ണുകളിലും ഈവൻ നമ്മൾ കൈയും കാലും എടുക്കുന്ന രീതിയിലും ഒക്കെ ആ ഓവർ കോൺഫിഡൻസിന്റെ ഡെഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിഫലിക്കും. അതുകൊണ്ട് നെവർ എവർ നമ്മൾ എപ്പോഴും പറയും ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന്. അത് വേറൊരു വിഷയമാണ്, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാണെങ്കിലും, ഇപ്പൊ നമ്മൾ ഓൾറെഡി ജോബിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും, പുതിയ ഒരു കുറച്ചുകൂടി നല്ല ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഇത് പോകുമ്പോൾ നമ്മളിത് എത്ര കണ്ടതാണ് എന്നതൊരു ഭാവമില്ലാതെ ആസ് എ ഫ്രഷർ ഒരു ബിഗിനർ എങ്ങനെയാണോ അതിനെ സമീപിക്കുക, അങ്ങനെ നിങ്ങൾ സമീപിക്കേണ്ടതുണ്ട്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് പറയുകയാണ്. പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, റിസർച്ച് ദ ഓർഗനൈസേഷൻ യു ആർ ഗോയിങ് ടു വർക്ക് എന്നുള്ളതാണ്. ഇതും കുറച്ച് വിവാദപരമായ ഒരു കാര്യമാണ്. അതായത് അത് അങ്ങനെ തന്നെ പറയണം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പലവിധ സ്കൂളുകളും പല ട്രസ്റ്റുകളും പല ഓർഗനൈസേഷൻസും പലവിധ മതസ്ഥാപനങ്ങളും പലവിധ ചാരിറ്റബിൾ ട്രസ്റ്റും കമ്മ്യൂണിറ്റീസും ഒക്കെ നടത്തുന്ന ഒരുപാട് സ്കൂളുകൾ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പൊ ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ നമ്മുടെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ചില വിശ്വാസങ്ങളും നമ്മുടെ ചില പ്രമാണങ്ങളും ഒന്ന് വെച്ചിട്ട് ആ സ്ഥാപനത്തിന്റെ എസ്റ്റാബ്ലിഷ്ഡ് വാല്യൂസുമായി മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില മാനേജ്മെന്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ചില മാനേജ്മെന്റുകൾ ചിലർ ഭയങ്കരമായ റിലീജിയസ് ആയിട്ടുള്ള ചിന്തകളുള്ള മാനേജ്മെന്റുള്ള സ്ഥാപനങ്ങളുണ്ടാവും. ചിലരിതൊന്നും നോക്കാതെ ആളുടെ പ്രൊഫഷണൽ ക്വാളിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പോകുന്ന സ്ഥാപനം എങ്ങനെയാണെന്ന് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് നിങ്ങൾക്കൊന്ന് അവിടെ ഇന്റർവ്യൂവിൽ പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ അതുകൊണ്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനം ആര് നടത്തുന്നു, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അത് ഏത് ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ഏത് സംഘടനയാണ്, അല്ലെങ്കിൽ ഏത് മാനേജ്മെന്റ് ആണ് നടത്തുന്നത്, അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ വിദ്യാഭ്യാസമുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം ആ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോകാൻ. നിങ്ങൾക്ക് തീരെ പറ്റില്ല നിങ്ങളുടെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൾച്ചറൽ വാല്യൂസോ നിങ്ങളുടെ മോട്ടീവ്സോ നിങ്ങളുടെ പ്രൊഫഷണൽ കോർ വാല്യൂസ് ഒന്നുമായിട്ട് ഇത് അലൈൻ ചെയ്ത് പോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയി വെറുതെ നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പോകുന്ന സ്ഥാപനം എന്താണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് ആ സ്ഥാപനത്തെ പറ്റിയിട്ട് നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കിയത്. ഇപ്പൊ അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അവിടെ വെബ്സൈറ്റ് നോക്കിയാൽ അറിയാം, ഈ നാട്ടിൽ തന്നെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ ഒരു ഇന്റർവ്യൂവിന് എറണാകുളം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരാൾ വന്നിരിക്കട്ടെ. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ 1-2 ദിവസത്തെ നമ്മുടെ സമയവും പണവും ഒക്കെ നമ്മൾ കളഞ്ഞ് ജോലി ചെയ്യുന്നവരാണ് ഈ ലീവ് എടുത്തിട്ട് വേണം അതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവിടെ ചെന്നിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. എനിക്കിത് പറ്റിയ സ്ഥലമല്ല എന്ന് നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് യാത്ര ഒഴിവാക്കാം, നമ്മൾ അത്രയും ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 9 മണിയായി. ഒറ്റ കാര്യം കൂടി, 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഈ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്ന സ്ഥാപനത്തെ പറ്റി റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതും നമുക്ക് പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കിത് ഉണ്ടാവുക. ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അത് അവിടെ പോയിരുന്ന്
നമ്മൾ ഉത്തരങ്ങൾ പറയുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവേണ്ടത്. ഇതിന്റെ ഔട്ട്കം എന്തായാലും, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ആകരുത് ഒരു ഇന്റർവ്യൂ എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് എന്തും ആയിക്കൊള്ളട്ടെ, ഇതല്ലെങ്കിൽ വേറൊരു വാതായനം എനിക്ക് വേണ്ടി തുറക്കപ്പെടും തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അനന്തമായ സാധ്യതകളുള്ള ഈ ഒരു ലോകത്ത് നമ്മൾ ഒരിക്കലും ദരിദ്രനായി ജീവിക്കേണ്ടി വരില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഈ പ്രിപ്പറേഷൻ നടത്തി നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഈ ഒരു കടമ്പയെ നമ്മൾ കടക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടിയിരിക്കും. അത്രയ്ക്ക് സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാലറി ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്, എവിടെയെങ്കിലും കയറി പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പോ എന്ത് തന്നെ വന്നാലും അതിനെ കറക്റ്റായി അത് എടുക്കേണ്ട അളവിൽ എടുക്കാനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ആസ് എ ജോബ് സീക്കർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആ ഇമോഷണൽ മെച്യൂരിറ്റി എല്ലാവർക്കും, ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലിൻ ഇഫക്റ്റ് പോലെ, ഐക്യു പോലെ, അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, പലർക്കും പലതായിരിക്കും. പക്ഷെ മെച്ചോർഡായിട്ട് അതിന്റെ ഇപ്പോ ഇന്റർവ്യൂവിന്റെ ഔട്ട്കം പോസിറ്റീവ് ആണെങ്കിലും ഓക്കെ, ഐ ആം ഹാപ്പി. ഇനി അതല്ല, എനിക്ക് ആ ജോലി കിട്ടിയില്ല, അതിനർത്ഥം ഞാൻ തീരെ കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളതല്ല. ഐ വിൽ ട്രൈ, നോട്ട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്ന പോലെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരു ചിന്തയായിരിക്കണം മനസ്സിൽ വരേണ്ടത്. നെവർ എവർ എൻഡ് ഇൻ എ ഹാർട്ട് ബ്രേക്ക്. അത് നിങ്ങള് ഈ ഇപ്പൊ ഇതിൽ തന്നെ ഞാനിപ്പോ ഇന്നിപ്പോ ചോദിച്ചില്ലേ, ഇന്നലെ കാണാത്ത ചില പേരുകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകളാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരോടും കൂടി പറയുകയാണ്, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഏത് എക്സാമിന് പോയാലും, കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയാലും, എന്ത് പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് ഈ ലോകം. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന സാധനം തന്നെയാണ്. ഇതത്ര വലിയ ലോകത്ത് ആർക്കുമില്ലാത്ത, ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്താണ് ചെയ്യുക? അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ധാരണ ചെയ്യാം. മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് ഐ ആം ഓൺലി ഫോർ മീ ഹു ആം ഐ, ഇഫ് ഐ ആം നോട്ട് ഫോർ മീ ഹു വിൽ ബി. ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ ആരാണ്? ഇനി എനിക്ക് വേണ്ടി ഞാനില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് ഉണ്ടാവുക? സോ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ ഒരു 19ഓളം ചോദ്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, 1.5 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന താങ്ക് യു, കുറെ പേര് നല്ല റെസ്പോൺസ് ഇടുന്നുണ്ട്, വെരി ഗുഡ് ക്ലാസ്, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഐ എം ഓൾസോ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിലൊന്നും, ഇതൊക്കെ ഇങ്ങനെ എന്റെ ഒരു ഇതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ വളരെയധികം സഹകരിക്കുന്നു. നിങ്ങൾ ഈ സ്മാർട്ട് ശ്രീ എന്ന് പറയുന്ന സ്ഥാപനത്തോടുള്ള സ്നേഹം അതാണ്. കാരണം എനിക്ക് കഴിഞ്ഞ ബാച്ച് ആയാലും HRM MBA കുട്ടികളാണെങ്കിലും, സോറി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കുട്ടികളാണെങ്കിലും, നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് വിജയത്തിലെത്തുക എന്നുള്ളത് ഇത്തിരി പാടുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് നിങ്ങളുടെ റെസ്പോൺസുകൾ എനിക്ക് സ്ക്രീനിൽ കാണാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡേ ആയ നാളെ ഇന്റർവ്യൂവിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, അതിന് നിങ്ങൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും, എനിക്ക് വിശക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫാമിലി ടൈം ഞാനായിട്ട് അധികം അപഹരിക്കുന്നില്ല. താങ്ക്സ് ആർ സ്മാർട്ട് ശ്രീ, സ്മാർട്ട് ആണ്. ഓക്കെ, എനിവേ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. അപ്പോ പത്രം ഇന്ന് വായിക്കാത്തവർ നാളെ പത്രം വായിച്ചിട്ട് വരണം. ഇംഗ്ലീഷ് പത്രം കാശ് കൊടുത്ത് മേടിച്ചില്ലെങ്കിലും ഫോണിലോ കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും നാളെ ഒന്ന് വായിക്കണം. നാളെ രാവിലത്തെ ഫസ്റ്റ് ടാസ്ക് അതാവട്ടെ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റിക്ലക്ട് ചെയ്തിട്ട് കിടക്കുക. നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റിയും കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ, അത് ലാസ്റ്റിംഗ് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ അത് വളരെ സഹായകരമാണ്. എനിവേ, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ ഫോർ ദ പാസ്റ്റ് 1.5 hours. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്, നാളെ കാണാം.